ഗുഡ് ആഫ്റ്റർനൂൺ വൺ ആൻഡ് ഓൾ. ഞാൻ ഇവിടെ കുറച്ച് പോയിന്റ്സ് ഒക്കെ നോട്ട് ചെയ്ത് എന്തൊക്കെ പറയണമെന്ന്. ഏറ്റവും ആദ്യം എന്നെക്കുറിച്ചുള്ള ഇൻട്രോ ആയിരുന്നു. ബട്ട് ഇത്രയൊക്കെ എന്നെക്കുറിച്ച് പറയുന്ന സ്ഥിതിക്ക് ഇനി എന്നെക്കുറിച്ചൊരു ഇൻട്രോ പറയുന്നതിൻ്റെ കൂടുതലാണ്. എൻ്റെ സ്വപ്നത്തിൽ പോലും ഇങ്ങനത്തെ ഇൻട്രോ ഒന്നും എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. ബട്ട് സ്റ്റിൽ ഒരു കർട്ടസിക്കായിട്ട് ഐ ഷുഡ് ഇൻട്രൊഡ്യൂസ് മൈസെൽഫ്. ഐ എം ഹരി ഗണേഷ് വി. ഞാൻ ഇപ്പോൾ ഐ വാസ് എ ഫോമർ ബ്രില്യൻറ്റ് സ്റ്റുഡൻറ്റ്. റൈറ്റ് നൗ ഐ എം എ ഫൈനൽ ഇയർ MBBS സ്റ്റുഡൻറ്റ് ഇൻ എയിംസ് ഭുവനേശ്വർ. ഇഫ് ദൈവം സഹായിച്ചാൽ ഒരാഴ്ചക്കുള്ളിൽ ഡോക്ടർ ഹരി ഗണേഷ് വി ആയിട്ട് ഞാൻ ഇൻറ്റേൺഷിപ്പും ജോയിൻ ചെയ്യും. അപ്പോൾ എനിവേസ് സോ എൻ്റെ അച്ഛൻ ഇവിടെ കഴിഞ്ഞ ഒരു വർഷമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ആൻഡ് കഴിഞ്ഞ ലാസ്റ്റ് 2 months ഐ ബീൻ ഹാവിങ് മൈ എക്സാം. സോ ഇൻ ബിറ്റ്വീൻ ദിസ് എൻ്റെ അച്ഛൻ എന്നോട് പറഞ്ഞു ഇങ്ങനെ ഒരു 8th and 9th സ്റ്റുഡൻസിനുള്ള ഒരു ഫംഗ്ഷൻ പോലെ ഉണ്ട്, ഇവിടെ വന്ന് കുറച്ച് സംസാരിക്കണം. അപ്പോൾ ഞാൻ ചോദിച്ചു ഞാൻ എന്ത് പറയാനാണ്. അപ്പം അച്ഛൻ പറഞ്ഞു നീ പഠിച്ച എത്ര കുറേ വർഷം എൻട്രൻസ് കുറേ എഴുതിയതല്ലേ, അതിൻ്റെ എക്സ്പീരിയൻസസ് ഒക്കെ പറഞ്ഞാൽ മതി. അപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് എൻ്റെ ഫൈനൽ എക്സാംസിൻ്റെ കാര്യത്തിൽ തിരക്കിലായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ 3-4 ദിവസമായിട്ട് ഞാൻ ഇതിനെക്കുറിച്ച് ആലോചിച്ചത്. സോ ഐ ഗെസ് ഇൻട്രാക്ടിങ് വിത്ത് യങ് കിഡ്സ് ഇസ് റിയലി നൈസ് ബിക്കോസ് ഐ സീ മൈസെൽഫ് ഇൻ യു ഓൾ ഓഫ് യു ഗൈസ്. സോ ഇറ്റ്സ് really nice to enjoy interact with you guys again. So first, like I will tell ഇവിടെ നിങ്ങളെല്ലാവരും you guys have joined Brilliant. So Brilliant has mainly 2 things, engineering and medical. So from what I have understood, you guys are like the foundation batch cream ഈ top students എന്നൊക്കെ പറയുന്ന അങ്ങനെയാണെന്നാണ് ഞാൻ I mean I don't know about the things and all, but that's what I've heard. So right now since you are in Brilliant, you guys will think only in 2 directions. And what first I want to say is you guys should have a goal, whatever it is. And just because you are in Brilliant doesn't mean that നിങ്ങൾ ആ 2 രീതിയിൽ മാത്രമേ ചിന്തിക്കാൻ പാടുള്ളൂ. എഞ്ചിനീയറിംഗ് മെഡിക്കൽ അങ്ങനെയല്ല. ലൈഫ് ഇസ് വെരി ബിഗ്, ലൈഫ് ഇസ് വെരി വാസ്റ്റ്, ആൻഡ് you will have there's a lot of opportunities, there's a lot of things that's going on. And it's not just engineering, it's not just medical, it can be other things like humanities, it can be other things like economics, commerce, even media, journalism, anything. It can be civil service, there's a lot of things, even sports. So for that you should have a goal. That I want to say to all the kids, ഒരു ലക്ഷ്യമാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. എനിക്ക് സത്യം പറഞ്ഞാൽ എൻ്റെ അച്ഛൻ എന്നെ കുറിച്ച് പറഞ്ഞ പോലെ ലൈക്ക് ഓരോ എക്സാം കഴിയുമ്പോൾ നോക്കുന്നത്. കാരണം എനിക്ക് എൻ്റെ മനസ്സിൽ ഇത് വേണം എന്നെനിക്ക് ഉണ്ടായിരുന്നില്ല. ലൈക്ക് ഐ ജസ്റ്റ് ന്യൂ ഐ ക്യാൻ സ്റ്റഡി. സോ ഐ ജസ്റ്റ് സ്റ്റഡീഡ് ആൻഡ് I had 2 options and I just thought whatever I'll get, I'll go for it. That was my thing. But that is not what you should do. You guys should have a specific goal in mind. When you're having a goal, when you're going to aim for something, aim ചെയ്യുമ്പോൾ ഏറ്റവും എന്ത് എയിം ചെയ്യുന്നു അതിൻ്റെ ഏറ്റവും ടോപ്പ് ആവാനായിട്ടാണ് എയിം ചെയ്യാൻ. For example, if you're going to think of engineering, try to aim for IIT. If you're thinking of MBBS, try to aim for AIMS Delhi or JIPMER or AIMS and like all the other AIMS. That's what you should aim. If you're going to aim for commerce or economics and all, think about St. Stephen's College in Delhi. So there's, and sports are എന്തെടുക്കുകയാണെങ്കിലും you should always aim to be the top, because that is what matters. Unless you aim for the top, you can't reach anywhere. No one will value if you become mediocre. There is no use if you are going to become mediocre or middle. You have to always aim for the top. അതാണ് ഏറ്റവും. It doesn't, and I'm not saying that you should always go for engineering, medical. There's nothing like that. As I already told, കുറേ opportunities ഉണ്ട് ഇവിടെ നമ്മുടെ മുന്നിൽ. So take one stream which you are comfortable with, which you are passionate about, and then aim for to be the best in that. Then only you will succeed in life. ആ എയിമിലാണ് കാര്യം. അത് റൈറ്റ് നൗ യു ഗൈസ് ആർ 8th and 9th, സോ അണ്ടർസ്റ്റാൻഡിങ് വാട്ട് യു ആർ ആക്ച്വലി പാഷനറ്റ് അബൌട്ട്, അതായത് എന്താണ് നിങ്ങൾക്കുള്ള പാഷൻ എന്ന് മനസ്സിലാക്കാൻ കുറച്ച് ടഫായിരിക്കും. ബട്ട് ദാറ്റ്സ് ഫൈൻ. ഞാൻ 12th class കഴിഞ്ഞിട്ടാണ് എനിക്ക് അവസാനം MBBS വേണമെന്ന് ഞാൻ തീരുമാനിച്ചത്. സോ ഇറ്റ് ക്യാൻ ടേക്ക് ഈവൻ ദാറ്റ് ലോങ്, ബട്ട് ദാറ്റ്സ് സ്റ്റിൽ ഫൈൻ. ബട്ട് whatever it is, you have to try to aim for your best, and that's where the parents role coming. എവിടെ വെച്ചായാലും മക്കളെ സപ്പോർട്ട് ചെയ്യാൻ വേണം പേരൻസ് ഉണ്ടാവാൻ. എന്ത് ഇത് വാട്ട് എവർ ഡിസിഷൻ ദേ മേക്ക്, ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ദ ഡിസിഷൻ ആൻഡ് സപ്പോർട്ട് ദം ടു ദെയർ മാക്സ്. ഇനി അടുത്ത് എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ ഞാനിപ്പോൾ ഒരു MBBS സ്ട്രീമിലായതുകൊണ്ട് ഐ നോ എ ലോട്ട് അബൌട്ട് വാട്ട് ഹാപ്പൻസ് ഇൻ ദാറ്റ് സ്ട്രീം. സോ ഞാൻ ഇൻ ദിസ് I guess I'm qualified enough to say that in Kerala there's a thing about being that our children should become a doctor because it is a status symbol. That doctor എന്ന പേര് അതൊക്കെ ഭയങ്കര I don't know, it's deeply embedded in this society. I'm not blaming anyone because that's always been there. പണ്ട് തൊട്ടേ ഉള്ളതാണ്.
അതായത് നമ്മുടെ മക്കൾ ഡോക്ടർ ആവണം, എൻ്റെ കൂടെയുള്ള ആൾക്കാർ ഡോക്ടർ, അതൊരു ഇതാണ് ഒരു സ്റ്റാറ്റസ് സിമ്പലുമായിട്ട്. ബട്ട് ആക്ച്വലി റൈറ്റ് നൗ, since I've studied in an institute of national importance such as AIIMS, I can understand that notion should change. ആ ചിന്താഗതി തന്നെ നമ്മുടെ ഇത് മാറണം. അതായത് റൈറ്റ് നൗ if you want your child to become a doctor, like you should first of all understand that becoming a doctor, like first of all clearing NEET, right? For us ഞങ്ങൾക്ക് പണ്ട് എയിംസും നീറ്റും നമ്മൾ സെപ്പറേറ്റ് എക്സാംസ് ഒക്കെ ആയിരുന്നു. AIIMS for INIs and NEET for state colleges. Right now it's like one single exam where you can qualify for all the institutes. So getting into it itself is kind of hard right now because of the vast syllabus and all. But after you get it, it's not an easy job. This is not demotivating or anything. MBBS is a 5.5 years very long course. It is tiring and it is draining. So you should be mentally prepared from the start itself. That is very important, and it doesn't get over by MBBS also, because nowadays we need to go for next PG. അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. So when you are going to go in this line, you should be prepared that you have a lifelong of studies coming up. So that is why people who are really motivated to go to MBBS should only try to take this, because this is actually, I'm saying, not everyone's cup of tea. കാരണം ലൈക്ക് എൻ്റെ മക്കൾ ഡോക്ടറാവണം, എൻ്റെ ഡോക്ടറാവണം, ലൈക്ക് അതൊരു ആ ഡോക്ടർ എന്ന പേരിന് വേണ്ടിയിട്ട് പോകേണ്ടതല്ല MBBS. അത് പഠിക്കാൻ പറ്റും എന്നുള്ള ആത്മവിശ്വാസം ഉണ്ടായാൽ മാത്രമേ MBBS നമ്മൾ പോകാൻ പാടുള്ളൂ. ആൻഡ് വാട്ട് എ പേഴ്സൺ ഹൂ ഷുഡ് കം ഇൻ ടു MBBS റിയലി ഷുഡ് ഹാവ് ഇസ് എ ക്വാളിറ്റി ഓഫ് എംപത്തി. If you have that empathy, if you can devote yourself to service, then only you should come for MBBS. Otherwise there is no use to come in this stream. അതായത് വേറൊരാളുടെ വാട്ട് ഇസ് എംപതി എന്ന് വെച്ചാൽ ഞാൻ ലാസ്റ്റ് 3.5 years ആയിട്ട് ഞാൻ പോസ്റ്റിംഗ്സ് ഒക്കെ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. പോസ്റ്റിംഗിൽ വിൽ ഗോ ടു എ ലോട്ട് ഓഫ് ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ്, ഫ്രം മെഡിസിൻ, സർജറി, ഓപ്സ്, പീഡിയ, trauma, and you will meet a lot of patients and you will hear a lot of sad stories, like really lot. And then you will understand how lucky all of us are. In pediatrics, like you will find small kids who even the doctors who are treating them know that they are going to die. അവർ മരിച്ചു എന്ന് ചികിത്സിക്കുന്ന ഡോക്ടർമാർക്ക് വരെ അറിയാം, പഠിക്കുന്നത് നമുക്കും അറിയാം. എന്നാലും ആ കൊച്ചുങ്ങൾ നമ്മളോട് നല്ല ചിരിച്ചും കളിച്ചൊക്കെ അവർ നമ്മളോട് സംസാരിക്കുന്നു. അപ്പോൾ എന്നിട്ട് അവരുടെ പേരൻസിനോട് സംസാരിക്കുമ്പോൾ അവരുടെ വിഷമം അത് മനസ്സിലാക്കാനുള്ള കപ്പാസിറ്റി വേണം. ദാറ്റ് ഈസ് എംപതി. വേറൊരാളിന്റെ പ്രശ്നം നമ്മുടേതാണെന്ന് മനസ്സിലാക്കിയിട്ട് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ദാറ്റ് പെയിൻ and feeling that pain. Unless you have that quality, there is no use of coming to MBBS, because that is the most important thing if you are going to become a doctor. So that's one thing. Now leave about being a doctor, because that's okay. So now right now you guys are in 8th and 9th, so that is, you have not reached everyone says the turning point, which will be in 10th and all. Because after 10th, you guys will decide if you want to go for computer science or if you want to go for biomax and all that. So right now what you can do is, like, Brilliance foundation course is actually very good. Like ഞാൻ ഈ foundation course തുടങ്ങിയ സമയം തൊട്ട് ഞാൻ from 6th standard ഞാൻ 5 വർഷത്തോളം ഞാൻ ഇവരുടെ foundation course പഠിച്ചതാണ്. So that will actually help you a lot in a lot of competitive exams, and that will help you find where your aptitude lies. Like right now there are two major streams. If it's engineering, you will understand if you are really good in maths, if you are capable enough, and if you can do maths. And if it's biology, like biomax, you can understand if you are really capable enough for doing that. So that will help to find a lot of aptitude. And after you reach 10th, as I said, finding a goal is very important. If you are whatever it is, like I initially വിചാരിച്ചു, like, since my brother went to IIT, I'll also try IIT. That's why I joined in the IIT batch of Brilliant. But just after my 10th board exams, I felt, yeah, maybe I can try medical. So അതാണ് ഞാൻ ബയോമാക്സ് എന്ന സ്ട്രീം എടുത്തത്. So I have an option between the two. Anyways, whatever happens, you have to, like, as I said, finding a goal is very important here. Then only you can easily be able to focus on it. പിന്നെ വരുന്നത് coming to competitive exams. So when you guys are coming to 11th and 12th, right now 8th and 9th, like, there are competitive exams such as so many Olympiads and all of that. But when you come to 11th and 12th, there will be more competitive exams such as KVPY and all that. So
write maximum number of competitive exams as much as you can, because there is a limit to which you can learn from books. There is a limit. You can read one book 5 times, you can read one book 10 times, but the difference you get by reading that extra 5 times is very less. But if you do, instead of that reading extra 5 times, if you do some 100 MCQs or 100 questions or write more competitive exams, that can help more. So write maximum number of competitive exams as you can, practice a lot. Maximum പറ്റാവുന്ന അത്രയും പ്രാക്ടീസ് ചെയ്യുക. അതെന്താ, like for example, if you are planning for medical need, like maximum mock test practice ചെയ്യുക, biology questions practice ചെയ്യുക, chemistry, physics ഒക്കെ. If you are planning for IIT ആണെങ്കിൽ IIT question banks maximum solve ചെയ്തോളാം. After you have known what's the basics. Because practice makes a man perfect എന്ന് പറയുന്നത് വെറുതെ അല്ല. Because more you practice, the better you become. അപ്പോൾ ഫസ്റ്റ് ഞാൻ പറഞ്ഞാൽ ഇംഗ്ലീഷ്. It will be really good if all of you become well versed in English and like spoken English, not just നമ്മുടെ എഴുത്തിൽ മാത്രമല്ല. എഴുത്തിൽ ഗ്രാമറിൽ 100 out of 100 റൈറ്റിംഗിലൊന്നുമില്ല കാര്യം ഇരിക്കുന്നത്. How to speak, how to communicate your ideas, that is very very important. And എൻ്റെ ചേട്ടൻ എപ്പോഴും this is what I know from medical. എൻ്റെ ചേട്ടൻ എപ്പോഴും പറയും, in IITs and all, when you go for placements, അവിടെ CGPA ഒരു കട്ട് ഓഫ് ആണ്. ഫോർ എക്സാമ്പിൾ they will only take CGPA above 8.5, above 9. That's just a cut off. After that, CGPA does not have a value. After that, how you can communicate, your soft skills, your group discussion skills, ആ skills ആണ് അവിടെ മാറ്റർ ചെയ്യുന്നത്. So that skills can't come up like just like that. That has to be cultivated when you are at a young age, and there's no age to start other than this. You guys are 13, 14. ഈ സമയത്ത് if you can start developing all these skills, it will be really good on the long run. Especially if you are going for engineering, and even in medical it will help you a lot. Then another important thing, I know children right now will not like this, but it would be nice if you guys can reduce your screen time. Screen time എന്ന് വെച്ചാൽ എന്താ വെച്ചാൽ ഫോൺ നോക്കുന്നത് കുറയ്ക്കണം. എനിക്കറിയാം ഇത് ഒരു പഴഞ്ചൻ ഐഡിയ ആണ്, ബട്ട് എൻ്റെ കേസിൽ തന്നെ ഞാൻ പറയാണ്. ഞാൻ അറൗണ്ട് 8th, 9th, 10th സമയത്താണ് എൻ്റെ ചേട്ടൻ്റെ 11th, 12th. അപ്പോൾ എൻ്റെ വീട്ടുകാർ അപ്പം തന്നെ TV ഒക്കെ കട്ട് ചെയ്ത് വെക്കുമായിരുന്നു. അപ്പോൾ ഞാൻ ആ സമയത്ത് TV അധികം കണ്ടിട്ടില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്ക് ആദ്യമായിട്ടൊരു ഫോൺ കിട്ടിയത് സ്മാർട്ട് ഫോൺ, പഴയ നോക്കിയ ലൂമിയ, നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടാവുമെന്ന് എനിക്കറിയത്തില്ല. പഴയ ഒരു നോക്കിയ ഫോൺ, ഇപ്പം നോക്കിയ ഇല്ല. അപ്പോൾ ആ ഫോൺ എനിക്ക് കിട്ടിയത് ഞാൻ 9th-ലാണ്. പിന്നെ അത് എൻ്റെ വീട്ടുകാർ മാറ്റി 10th എനിക്ക് വേറെ നല്ല ഫോൺ വാങ്ങിച്ചത്, റെഡ്മിയുടെ. ബട്ട് 11th ഒക്കെ ആയപ്പോൾ വീട്ടുകാർക്ക് മനസ്സിലായി ഞാൻ പഠിക്കുന്നില്ല. എനിക്ക് നല്ലോണം മനസ്സിലായി ഞാൻ പഠിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ തന്നെ എൻ്റെ ഫോൺ എടുത്ത് അങ്ങോട്ട് കൊടുത്തിട്ട് വീട്ടുകാർ എനിക്കൊരു കീപാഡ് ഫോൺ വാങ്ങിച്ചു തന്നു. I know right now after this COVID, you guys are all in this online mode, and phones and laptops and computers are very 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 important. I'm not saying not to reduce all that, but there are a lot of apps in phone which will waste your time, such as Instagram കൊണ്ട് ഒരു യൂസും ഇല്ല. ഈവൻ റൈറ്റ് നൗ ഞാൻ ഇൻസ്റ്റാഗ്രാം തുടങ്ങിയത് ആഫ്റ്റർ 12th-ലാണ്. ജസ്റ്റ് ആഫ്റ്റർ മൈ എൻട്രൻസ് എക്സാം only I started Instagram, and obviously I am addicted to Instagram. എൻ്റെ മെയിൻ പണി ബോറടിക്കുമ്പോൾ ഇൻസ്റ്റയിൽ ഇങ്ങനെ റീൽസ് കണ്ടുകൊണ്ടിരിക്കലാണ്. അപ്പോൾ 2 മാസം മുന്നേ എക്സാമിൻ്റെ ഒരു 1.5 months ബിഫോർ എനിക്ക് മനസ്സിലായി ഞാൻ പഠിക്കുന്നൊന്നുമില്ല, ഫുൾ ടൈം റീൽസ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താ അൺഇൻസ്റ്റാൾ ചെയ്തു, വേറെ വഴിയില്ല, കാരണം അല്ലെങ്കിൽ പാസ്സാവില്ല. സോ എന്നിട്ട് 3 days ബിഫോറാണ് ഞാൻ ഇൻസ്റ്റാൾ ചെയ്തത്. സോ ദാറ്റ് ഈസ് വൈ യു ഹാവ് ടു ലേൺ ടു കൺട്രോൾ ഓൾ ഓഫ് ദിസ് സ്റ്റഫ്. Reducing screen time can help a lot, even though that idea of reducing screen time is not very relevant right now, but it is very very important. Like unwanted screen time, that is much a better term, because a lot of like screen time which students now use is related to studies, such as like it can be tests and all that you can't do anything, that you have to continue, but reducing unwanted screen time can help a lot. പിന്നെ ഉള്ളത് പേരൻസിനോട് പറയാനുള്ളത്, എൻ്റെ പേരൻസ് I have to say, like, they were really supportive to me. Like they were always with me, like whatever I wanted to do. For example, എനിക്കൊരു സിനിമയ്ക്ക് പോകണമെന്ന് പറഞ്ഞാൽ അച്ഛനോട് പറയാം, എനിക്ക് ഇന്ന് സിനിമയ്ക്ക് പോകണം, അല്ലെങ്കിൽ ഞാൻ പഠിക്കത്തില്ല എന്ന് പറഞ്ഞാൽ അച്ഛൻ വേറെ വഴിയില്ല, സിനിമയ്ക്ക് വിടുമായിരുന്നു. നീറ്റിൻ്റെ ഒരാഴ്ച മുന്നേ അവഞ്ചേഴ്സ് സിനിമ ഇറങ്ങിയായിരുന്നു. അപ്പോൾ അത് എനിക്ക് ഫസ്റ്റ് ഡേ തന്നെ കാണുന്ന ഞാൻ അച്ഛനോട് കുറേ പറഞ്ഞു. അച്ഛൻ വേറെ പോയി കണ്ടു. അതിപ്പോൾ കണ്ടില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാൻ മര്യാദയ്ക്ക് പഠിക്കത്തില്ല, കാരണം ഞാൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കും എന്താ പറ്റുക. ബട്ട് കണ്ടുകൊണ്ട് എനിക്കൊരു സന്തോഷമുണ്ട്. I'm not saying like parents എപ്പോഴും പിള്ളേർ എന്ത് പറഞ്ഞാലും സമ്മതിച്ചു കൊടുക്കണം, ബട്ട് try to be supportive. That can help a lot. Show like positive emotions to children can yield positive results. That is what even pediatrics says to us. So that is very very important. Like
just support your kids, understand what they want, talk to them, communicate with them a lot. നല്ലോണം ഉള്ളു തുറന്ന് സംസാരിക്കുക. That can be really really helpful in a long way. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ anyone? സോ അപ്പോൾ ഫസ്റ്റ് ഇതിപ്പം ഹരിഗണേഷ് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു, അക്കാഡമിക്സ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തന്നു. സോ ബിഫോർ ദാറ്റ് ഒരു കാര്യം ചോദിക്കട്ടെ ഹരിഗണേഷ്, ഇപ്പം ഒരു 4 to 4.5 years ആയി അല്ലേ ഇവിടുന്ന് പോയിട്ട്, ബുള്ളറ്റിൽ നിന്ന് പോയിട്ട് അത് കഴിഞ്ഞിട്ട് തിരിച്ചു വന്നിരിക്കുകയാണ്, അതും ആസ് എ ഗസ്റ്റ്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു ഫീൽ എന്താണ്? ഹൗ ഡു യു ഫീൽ? അതായത് തിരിച്ചു വന്നതിന് ശേഷമുള്ള ആ ഒരു ബ്രില്യൻ്റ് എക്സ്പീരിയൻസ് എന്താണെന്ന് പറയാമോ? റിയൂണിയന് വന്ന പോലെ തന്നെ ഉണ്ട്. കാരണം ഇവിടെ എനിക്ക് ഇവിടുത്തെ പല സാറന്മാരെയും നേരത്തെ തന്നെ പരിചയമുണ്ട്. ജോർജ് സർ, ജോണി സർ, അങ്ങനെ പിന്നെ കുറേ സാറന്മാരുടെ പേര് എനിക്കറിയത്തില്ല, ബട്ട് കണ്ണ നല്ല പരിചയമുണ്ട് because of my father and my brother. So it was really nice meeting all of them. And actually like 4.5 വർഷം മുന്നേ അപ്പുറത്തൊരു ബ്ലോക്ക് ഒന്നും ഉണ്ടായിരുന്നില്ല, ഈ ഒരു ബ്ലോക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ കുറേ ചേഞ്ചസ് ഒക്കെ കണ്ടപ്പോൾ like I was actually overwhelmed like how fast things have changed. But that is life. എല്ലാം മാറും, നമ്മളും മാറണം. സോ ഇതിനു മുന്നേ പറയുകയുണ്ടായി, ആള് ഇവിടെ IIT ബാച്ചിലാണ് ഇവിടെ ജോയിൻ ചെയ്ത് എക്സാം എല്ലാം എഴുതിയ ഒരു IIT ബാച്ച് സ്റ്റുഡൻ്റ് ആയിരുന്നു. ആൻഡ് നൗ ഇപ്പോൾ അദ്ദേഹം എയിംസ് ഭുവനേശ്വറിലെ മെഡിക്കൽ സ്റ്റുഡൻ്റ് ആണ്. സോ ഫ്രം IIT ടു എയിംസ് ആ ഒരു ചേഞ്ച് എന്തായിരുന്നു? അതായത് ഈ ഒരു MBBS എന്ന് പറയുന്നത് ചൂസ് ചെയ്യാനുള്ള റീസൺ എന്തായിരുന്നു? ആക്ച്വലി ദിസ് ഇസ് എ ബിറ്റ് ലോങ് സ്റ്റോറി, ബട്ട് ഞാൻ ചുരുക്കി പറയാം. എൻ്റെ ചേട്ടൻ, നിങ്ങൾക്ക് അറിയാവുന്ന രാമഗണേഷി, ചേട്ടന് ബയോളജി വെറുപ്പായിരുന്നു, ഭയങ്കര വെറുപ്പായിരുന്നു. അപ്പോൾ ചേട്ടൻ അത് കാരണം പണ്ടേ തീരുമാനിച്ചാണ് ചേട്ടൻ എന്തായാലും മെഡിസിൻ എടുക്കത്തില്ല, ചേട്ടൻ എഞ്ചിനീയറിംഗ് മതിയെന്ന്. അപ്പോൾ ചേട്ടൻ 10th തന്നെ ചേട്ടൻ കമ്പ്യൂട്ടർ മാത്സ് എടുത്ത് ചേട്ടൻ അങ്ങ് IIT എഴുതുകയായി. അപ്പോൾ എനിക്ക് ബയോളജി വെറുപ്പൊന്നും ഉണ്ടായിരുന്നില്ല, എനിക്ക് മാത്സ് ആയിരുന്നു കൂടുതൽ ഇഷ്ടം, എനിക്ക് ബയോളജി പഠിക്കുകയായിരുന്നു. അപ്പോൾ എൻ്റെ വീട്ടുകാർ ഇത് കണ്ടിട്ട് വീട്ടുകാരൊന്ന് ചോദിച്ചു, നിനക്കിനി താല്പര്യമുണ്ടോ? എന്നെ ഫോഴ്സ് ചെയ്തിട്ടില്ല. അതിലെനിക്ക് എപ്പോഴും എൻ്റെ വീട്ടുകാരോട് ഐ ആം സ്റ്റിൽ ഗ്രേറ്റ്ഫുൾ ഫോർ ദം ബിക്കോസ് ദേ ഹാവ് നെവർ ഫോഴ്സ് മീ ഇൻ എനിത്തിങ്. എവറിത്തിങ് ദേ ഹാവ് ലെഫ്റ്റ് അപ്പ്. അപ്പോൾ ഞാൻ ആലോചിച്ച് നോക്കി, പറ്റുമായിരിക്കും, ബട്ട് ഐ വാസന്റ് സ്റ്റിൽ ഷുവർ അബൌട്ട് ഇറ്റ്. സോ ദാറ്റ് ഇസ് വൈ ഇനീഷ്യലി ഇൻ മൈ 10th and all I thought I might be more fit for IIT. That's why I wrote IITയുടെ സ്ക്രീൻ ടെസ്റ്റ് ഒക്കെ. പിന്നെ 10th 11th എത്തിയപ്പോഴാണ് എനിക്ക് കൂടുതൽ ഞാൻ പിന്നെ ബയോളജി മര്യാദയ്ക്ക് പഠിച്ചു തുടങ്ങി. കാരണം 10th വരെ നമ്മൾ പഠിക്കുന്ന ബയോളജി ആയിരിക്കില്ല 11th 12th കാണുന്നത്. 11th 12th പഠിക്കുന്ന ബയോളജി അല്ല പിന്നെ MBBS കാണുന്നത്. ദർ ഇസ് എ ലോട്ട് ഓഫ് ഡിഫറൻസ്. ബട്ട് 11th 12th എത്തിയപ്പോൾ ഐ സ്റ്റാർട്ടഡ് ലൈക്കിംഗ് ദ സബ്ജക്ട്. അപ്പോൾ സബ്ജക്ട് ഇഷ്ടപ്പെട്ട് തുടങ്ങിയപ്പോൾ ഞാൻ പിന്നെ ആലോചിച്ചു, അപ്പോൾ എനിക്കിത് ചിലപ്പോൾ പറ്റുമായിരിക്കും. പിന്നെ എൻ്റെ ഒരു കസിൻ ഉണ്ട്, ഹി ഈസ് ഓൾസോ എ ഡോക്ടർ, ഹി ഈസ് ഡൂയിങ് PG ഇൻ മെഡിസിൻ ഇൻ അമൃത, എറണാകുളത്ത്. അപ്പോൾ പുള്ളിക്കാരനായിട്ട് ഐ യൂസ് ടു ടോക്ക് ടു ഹിം ഇടയ്ക്ക്. അപ്പോൾ ഹി ഓൾസോ യൂസ് ടു സേ ലൈക്ക് ബയോളജി പറ്റുമെങ്കിൽ തോന്നിയാൽ യു ക്യാൻ ട്രൈ ടു ബിക്കം എ ഡോക്ടർ. പിന്നെ ഞാൻ പിന്നെ കുറച്ച് സീരീസ് ഒക്കെ കാണുമായിരുന്നു ഈ ഡോക്ടർമാരെ കുറിച്ചൊക്കെ, അതൊക്കെ ഒരു ഇൻസ്പിറേഷൻ ആയിട്ടൊക്കെ തോന്നിയാണ്. അപ്പോൾ നമുക്ക് ഇതേപോലെയൊക്കെ സർജനൊക്കെ ആവാം, നമുക്ക് ഇതേപോലെ ആൾക്കാരെ രക്ഷിക്കാം, അങ്ങനത്തെ ഒരു തോന്നലൊക്കെ വന്നപ്പോൾ പിന്നെ എന്തായാലും ഞാൻ 2 എൻട്രൻസും എഴുതി. കിട്ടുന്ന നോക്കാമെന്ന് വെച്ചിട്ട് 2 എൻട്രൻസും എഴുതി. ഭാഗ്യവശാൽ എനിക്ക് 2ഉം കിട്ടി. അപ്പോൾ വീണ്ടും അച്ഛൻ ചോദിച്ചു എനിക്ക് എന്താ പ്ലാൻ. അപ്പോൾ ഞാൻ പറഞ്ഞു കുറച്ച് സമയം വേണം, ഞാൻ ആലോചിക്കട്ടെ. അപ്പോൾ ചേട്ടനൊക്കെ വിളിച്ചു, ചേട്ടൻ പറഞ്ഞ് നിനക്ക് എയിംസ് കിട്ടിയതല്ലേ, പിന്നെ എന്തിനാ, എയിംസ് ഭയങ്കര നല്ല ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലേ, നീ പൊക്കോന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിളിച്ചു ശരി, എയിംസ് നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടാണ്, പോവാം. അങ്ങനെ ചെന്ന് പെട്ടതാണ് അവിടെ. ഓക്കെ, അപ്പം എയിംസ് എന്ന് പറയുന്നത് നമുക്കറിയാം എല്ലാ മെഡിക്കൽ സ്റ്റുഡൻറ്റിൻ്റെയും ഒരു സ്വപ്ന ഇൻസ്റ്റിറ്റ്യൂട്ടാണ് എയിംസ് ഡൽഹി ഭുവനേശ്വർ. എയിംസ് എന്ന് പറയുന്നത് ഒരു മെഡിക്കൽ സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ച് ഒരു എന്താ പറയുക ടോപ്പ് നോച്ച് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അല്ലേ? സോ അവിടെ തന്നെയാണ് ആൾ എത്തിയിരിക്കുന്നത്. സോ വൺസ് അഗെയിൻ കൺഗ്രാറ്റുലേഷൻസ്. നിങ്ങൾക്ക് ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിക്കാനുണ്ടോ? എന്തെങ്കിലും കൺസേൺസ് അല്ലെങ്കിൽ ആർക്കെങ്കിലും സ്റ്റുഡൻസിനാണെങ്കിലും പാരൻസിനാണെങ്കിലും? സ്ക്രീൻ ടൈം കാണുന്നത്, അപ്പൊ ഈ നമ്മൾ മാക്സിമം ടെക്സ്റ്റ് വാങ്ങിച്ചു കൊടുത്താലും ഇവര് ഡൗട്ട് എന്ന് ഗൂഗിളില് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ അത് പുസ്തകം ഇല്ലാതെ ഗൂഗിൾ ഉപയോഗിക്കാണ്ട് പുസ്തകത്തിൽ തന്നെ നമുക്കിത് കവറപ്പ് ചെയ്യാൻ പറ്റുമോ ഓരോ സ്റ്റുഡൻറ്? അത് അല്ലെങ്കിൽ ഇത് സപ്പോർട്ടീവായിട്ട് ഇത് സിസ്റ്റം കൊടുക്കുന്നതിന് കുഴപ്പമുണ്ടോ? ആക്ച്വലി ഞാൻ മാക്സിമം ഞാനൊക്കെ ഈ ഡൗട്ട്സ് ഉള്ള മിക്കവാറും ഫിസിക്സിനൊക്കെ ആയിരിക്കും ഡൗട്ട്സ് ഉണ്ടാവുന്നത്. അപ്പോൾ മോസ്റ്റ്ലി ഇവരിപ്പോൾ തരുന്ന സ്റ്റഡി മെറ്റീരിയൽ ആയാലും വേറെ ഏത് പുസ്തകം, ഫോർ എക്സാമ്പിൾ ഐ യൂസ് ടു യൂസ് HC വർമ്മ, DC പാണ്ഡെ അതുപോലത്തെ ബുക്സൊക്കെയാണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത് 11th 12th. അപ്പോൾ മോസ്റ്റ്ലി ഇറ്റ് വിൽ ഹാവ് ദ മെത്തേഡ്സ് ഇൻ ഇറ്റ് സെൽഫ്. സോ പുസ്തകം നല്ലോണം ഒന്ന് അടിച്ചു വരക്കി നോക്കിയാൽ തന്നെ അതിൻ്റെ ആൻസർ അതിനകത്ത് ഉണ്ടാവും. ഇപ്പോൾ യുവർ screen like trusting Google, and it should not be your first line, because Google can have a lot of varied answers and half of them may not be even true.
ഞങ്ങൾ പകുതി സാധനം ഇപ്പോൾ ഞങ്ങളുടെ MBBS ഞങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് പെട്ടെന്ന് ചിലപ്പോൾ ഞങ്ങൾ ഗൂഗിളായിരിക്കും അടിച്ചു നോക്കുന്നത്. ബട്ട് പകുതി സമയം അതിൻ്റെ ഉത്തരം തെറ്റും ആവാറുണ്ട്. സോ ഏറ്റവും ബെസ്റ്റ് ട്രസ്റ്റിംഗ് സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്സ് ആണ് ബെസ്റ്റ്. ആൻഡ് ഇഫ് യു ആർ സ്റ്റിൽ നോട്ട് ഏബിൾ ടു ഫൈൻഡ്, ദെൻ യു ഹാവ് ടു ഗോ ടു all these internet and all. Because internet is helpful. I'm not saying it is not at all helpful. It is helpful in a lot of ways. But അത് കൺസ്ട്രക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ പഠിച്ചാലേ കാര്യമുള്ളൂ. Why I meant of reducing screen time is like reducing unwanted things. For example, as 10th 11th നമുക്ക് സത്യം പറഞ്ഞ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഒരു യൂസും ഇല്ല. അതിനകത്ത് എഡ്യൂക്കേഷൻ കിട്ടാൻ എനിക്കൊന്നും തോന്നിയിട്ടില്ല. അപ്പോൾ അതുപോലത്തെ ആപ്സ് ഒക്കെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നോട്ട് സെലക്റ്റീവ്ലി സെയിങ് ഇൻസ്റ്റാഗ്രാം, ബട്ട് ദർ ആർ എ ലോട്ട് ഓഫ് ആപ്സ് which have, to be frank, less used. What I wanted to reduce is that using this for like constructively studying is well and good, but trusting the standard textbooks would be better. ഈ എക്സാംസ് ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തിട്ടുള്ള ടെക്സ്റ്റ് ബുക്ക് ഏതാണെന്ന് പറയാമോ? ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്തിട്ടുള്ള കൂടുതൽ ക്വസ്റ്റ്യൻസ് ആസ്ക്. Okay, 11th and 12th, for example, like there is no one specific textbook for anything. Like everything has a varied kind of textbook, but still we will only focus on 1 or 2 textbooks. So each subject വെച്ച് പറയുകയാണെങ്കിൽ ഞാൻ ബയോളജി ഞാൻ NCERT ആണ് ഞാൻ വായിച്ചത്. NCERT ലൈൻ ബൈ ലൈൻ ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു. ബിക്കോസ് നീറ്റ് എക്സാമിന് NCERTയുടെ അപ്പുറത്തൊന്നും ചോദിക്കത്തില്ല. 90 ക്വസ്റ്റ്യൻസിൽ 85 ക്വസ്റ്റ്യൻസ് NCERT ആയിരിക്കും 100%. കാരണം അത് അങ്ങനെയാണ്. ബട്ട് എയിംസ് ഞങ്ങൾക്ക് പണ്ട് എയിംസ് എക്സാം ആണ്, അന്ന് അത് കുറച്ചുകൂടെ ഹയർ ലെവലിൽ. ബട്ട് ബയോളജിക്ക് NCERT is your Bible or whatever it is. And then coming to കെമിസ്ട്രിയിലായാലും ഫസ്റ്റ് ലെവൽ NCERT തന്നെ. NCERT കഴിഞ്ഞിട്ട് പിന്നെ ഓരോ ടൈപ്പ് കെമിസ്ട്രി, ഫോർ എക്സാമ്പിൾ when you reach 11th you will understand there are different things. There is inorganic chemistry, there is organic chemistry, there is physical chemistry. അപ്പോൾ ഈ ഫിസിക്കൽ കെമിസ്ട്രിയിലൊക്കെ there is a book known as R.C. മുഖർജി. പിന്നെ ഇനോർഗാനിക്കിനും അപ്പോഴും NCERT ആണ്. ഓർഗാനിക് ഞാൻ ആക്ച്വലി ഈ നമ്മുടെ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്സിന്റെ ബുക്കാണ് പ്രിഫർ ചെയ്തത്. കാരണം അതെനിക്ക് നല്ല ബുക്സ് ഒന്നും എനിക്ക് നോക്കിയിട്ട് കിട്ടിയില്ല. ലൈക്ക് ദി ബുക്സ് വിച്ച് ഐ റെഡ്, എൻ്റെ ചേട്ടൻ്റെ ബുക്സ് ഒക്കെ ഞാൻ നോക്കിയപ്പോൾ എനിക്ക് കോംപ്രഹെൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. സോ ഐ പ്രിഫേർഡ് കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്സിന്റെ ബുക്ക്, ലൈക്ക് ബ്രില്യൻ്റെ ബുക്കൊക്കെയാണ് ഞാൻ പ്രിഫർ ചെയ്തത്. പിന്നെ കമ്മിങ് ടു ഫിസിക്സ് ഏറ്റവും ബേസ് ചെയ്ത് തുടങ്ങുന്നത് H.C. വർമ്മ എന്ന് പറഞ്ഞിട്ടുള്ള ബുക്കാണ്. ദാറ്റ് ഇസ് ദ മോസ്റ്റ് ബേസിക് തിങ്, ബട്ട് ദാറ്റ് ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ബുക്ക്. ആൻഡ് ഫ്രം ദർ ഇസ് another book which is useful for advanced JEE mains. അതിൻ്റെ പേരാണ് DC പാണ്ഡെ. ദാറ്റ്സ് ലൈക്ക് റിയലി ഗുഡ് ബുക്ക്. സോ ദീസ് ആർ ദ ബുക്സ് വിച്ച് ഐ യൂസ്ഡ്. ആൻഡ് അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഈവൻ ഇഫ് യു ആർ നോട്ട് ഏബിൾ ടു ഫോളോ ദീസ് തിങ്സ്, അറ്റ്ലീസ്റ്റ് യു ഷുഡ് ബി വെൽ വേഴ്സ്ഡ് വിത്ത് NCERT. അറ്റ്ലീസ്റ്റ് ഇൻ കെമിസ്ട്രി ആൻഡ് ബയോളജിയിൽ NCERT വെൽ വേഴ്സ്ഡ് ആയിരിക്കണം 11th and 12th, വാട്ട് എവർ സ്ട്രീം യു ആർ ഗോയിങ് ടു, be it JEE or be it NEET. NCERT is the most basic thing, at least in chemistry and biology. പിന്നെ വരുന്ന അറ്റ്ലീസ്റ്റ് നമ്മുടെ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ബുക്ക് എങ്കിലും ചെയ്തിരിക്കണം, ഈവൻ ഇഫ് യു ആർ നോട്ട് ഏബിൾ ടു ഡു ദീസ് സ്റ്റാൻഡേർഡ് ബുക്സ്. മാത്സ് R.D. ശർമ്മ, ഐ ഗസ് എവരിവൺ വുഡ് ഹാവ് ഹേർഡ്. R.D. ശർമ്മയുടെ ഒരു കുറച്ചുകൂടെ ഹയർ ബുക്ക് ഉണ്ട്, ഒബ്ജക്റ്റീവ് മാത്തമാറ്റിക്സ് എന്ന് പറഞ്ഞിട്ട്. അതായിരുന്നു ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. Hi Hari, congratulations once again. Thank you. Hari, Hari actually foundation join ചെയ്ത ആളാണല്ലോ. Yeah, foundation. എങ്ങനെ മാനേജ് ചെയ്യുന്നു സ്കൂളിലത്തെ സ്റ്റഡീസും at the same time brilliant because I think you have done hybrid, right? അപ്പോൾ എങ്ങനെ അത് മാനേജ് ചെയ്തു? ബിക്കോസ് സ്കൂളിലൊരു കരിക്കുലം വേറൊരു രീതിയിലായിരിക്കും, എക്സാം ഷെഡ്യൂൾസ് വേറെ രീതിയിലായിരിക്കും. അറ്റ് ദ സെയിം ടൈം മേ ബി സെയിം വീക്കിൽ തന്നെ നമുക്ക് ബ്രില്യൻറ്റിൻ്റെ എക്സാംസ് ഉണ്ടാവും. So how do you manage, like a kind of time management? How did you manage in the sense, like most I'll say initially brilliant in the classes I started in April and so most of the topics അവർ ഏപ്രിൽ മെയ് എന്ന സമയത്ത് തന്നെ അവർ കുറേയൊക്കെ കവർ ചെയ്യുമായിരുന്നു. അപ്പോൾ ആ സമയത്ത് തന്നെ അവർ ലൈക്ക് അന്നു പഠിച്ചത് അന്നു തന്നെ നോക്കുക, പരമാവധി ക്വസ്റ്റ്യൻസ് ഒക്കെ സോൾവ് ചെയ്യുക, അങ്ങനെയായിരുന്നു ഞാൻ ആ സമയത്ത്. സോ യു വിൽ ഗെറ്റ് ഹെഡ് സ്റ്റാർട്ട് ഓൺ വാട്ട് എവർ ഇസ് ബീങ് ടേക്കൺ അറ്റ് സ്കൂൾ. അപ്പോൾ പിന്നെ സ്കൂളിൽ ജസ്റ്റ് അവർ പഠിപ്പിക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് മറച്ചു നോക്കിയാൽ തന്നെ നമുക്ക് പകുതി സാധനം ഓർമ്മ കിട്ടും. എനിക്ക് അങ്ങനെ കിട്ടുമായിരുന്നു. സോ ദാറ്റ് റിയലി ഹെൽപ്പ് മീ അലോട്ട്. പിന്നെ തിരിച്ചു വന്നിട്ട് ഞാൻ പറഞ്ഞില്ലേ കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് പിന്നെ ഞാൻ പഠിക്കാതിരിക്കുമായിരുന്നു സ്ഥിരം ചെയ്തുകൊണ്ടിരുന്നത്. ക്ലാഷ് ആക്ച്വലി സ്കൂളിൻ്റെ എക്സാംസ് ഞങ്ങളുടെ ഐ ഗസ് നോ ഞങ്ങളുടെ ഇപ്പോഴത്തെ സ്കൂൾ സിസ്റ്റം അല്ലായിരുന്നു ലൈക്ക് ദാറ്റ്സ് നോട്ട് വാട്ട് ഇറ്റ്സ് റൈറ്റ്. ഞങ്ങൾക്ക് അന്ന് ചെറിയ ചെറിയ എക്സാംസ് ഒക്കെ ആയിരുന്നു. എന്ത് FA1 FA2 SA1 എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ചെറിയ സ്മോൾ എക്സാംസ് ആയിരുന്നു. ആൻഡ് ദാറ്റ് ആക്ച്വലി ഹാഡ് ലൈക്ക് വെരി ലെസ് പോർഷൻസ്. ലൈക്ക് ഫോർ എക്സാമ്പിൾ ഒരു ചാപ്റ്റർ, അര ചാപ്റ്റർ, ഇങ്ങനെയൊക്കെയായിരുന്നു ഞങ്ങൾക്ക് സ്കൂളിൽ എക്സാം നടന്നുകൊണ്ടിരുന്നത്. പിന്നെ ഞങ്ങൾക്ക് ഈ ലൈക്ക് ഈ മെയിൻ എക്സാംസ് ഒക്കെ വരുമ്പോൾ ആ സമയത്ത് ബ്രില്യൻ്റ് എക്സാം നമ്മൾ പറയുന്നത് ബ്രില്യൻ്റ് ലൈക്ക് നമുക്ക് എക്സാംസ് ഉണ്ട്. അപ്പോൾ ആ സമയത്ത് ജനറലി ബ്രില്യൻ്റ് എക്സാംസ് ഉണ്ടാവാറുണ്ടായിരുന്നില്ല. സോ ദാറ്റ് ആക്ച്വലി ഹെൽപ്പ്. ബട്ട് ഐ ആക്ച്വലി ഡോണ്ട് നോ ഹൗ ദ സ്കൂൾ സിസ്റ്റം വർക്ക്സ് റൈറ്റ് നോ. അറ്റ്ലീസ്റ്റ് ലൈക്ക് 11th and 12th would be the same, but I don't know till 10th how is it. Like ഞങ്ങൾക്ക് നല്ല വ്യത്യാസം ഉണ്ടായിരുന്നു. Like we didn't have board exams in 10th and all. അതാ. My daughter is into ICSE board.
Oh, ICSE is a bit hard. ICSE, I have heard ICSE കുറേ പഠിക്കാനുണ്ട് നേരിട്ടുണ്ട്. How to manage both the ICSE along with the brilliant? ഞാൻ പറഞ്ഞില്ലേ, at least you just see the topics which are similar. So topics similar ആണെങ്കിൽ study from one thing, mostly brilliant ആയിരിക്കും കുറച്ചുകൂടെ നല്ല, because it's more exam oriented, and once you understand the concepts from one place, that will stay. So it doesn't matter where you get the concepts from. So study the common things first, പിന്നെ ഡിഫറെന്റ് ആയിട്ടുള്ള സാധനങ്ങൾ നോക്കി പോകാനാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ഹരി, ഇപ്പം ഒരു കാര്യം ചോദിക്കാനുണ്ട്. അതായത് ആസ് എ മെഡിക്കൽ സ്റ്റുഡൻറ് അല്ലെങ്കിൽ ഒരു എൻട്രൻസ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഒരു സ്റ്റുഡൻറ് എന്ന നിലയിൽ ആ ഒരു ടൈമിലെ സ്ട്രെസ് മാനേജ്മെന്റ് ഒക്കെ എങ്ങനെയായിരുന്നു? കാര്യം ഒരു കോമ്പറ്റേറ്റീവ് എക്സാം എന്ന് പറയുമ്പോൾ നമ്മുടെ സ്കൂൾ ലെവലിലെ പോലത്തെ ഒരു എക്സാമോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ആയിരിക്കില്ല. കോമ്പറ്റേറ്റീവ് എക്സാം വരുമ്പോൾ പെട്ടെന്ന് നമ്മുടെ കുട്ടികളുടെ ഇടയിൽ അല്ലെങ്കിൽ പാരൻസിൻ്റെ ഇടയിലാണെങ്കിലും ഒരു സ്ട്രെസ് ഉണ്ടാവും. കുട്ടികൾ എങ്ങനെ പഠിക്കുന്നു, അവരെങ്ങനെയാണ് ഇത് മാനേജ് ചെയ്യുന്നത്, നമുക്ക് പാരൻസ് ആസ് എ പാരൻസ് എന്നുള്ള നിലയിൽ നമുക്ക് കുറച്ച് സ്ട്രെസ് ഉണ്ടാവും. കുട്ടികൾക്കാണെങ്കിലും അത് എങ്ങനെ പഠിക്കണം, ഒരുപാട് സ്ട്രെസ് ലെവൽ ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ ഒരു ടൈമിലെ ആ ഒരു എൻട്രൻസ് എക്സാമിന്റെ ടൈമിലും അത് കൂടാണ്ട് ഇപ്പോൾ ഒരു മെഡിക്കൽ സ്റ്റുഡൻറ് കൂടിയാണ്, ഇപ്പം സൂൺ ടു ബി എ ഡോക്ടർ ഓൾസോ. സോ ആ ഒരു ടൈമിലെ സ്ട്രെസ് മാനേജ്മെന്റ് എങ്ങനെയായിരുന്നു? ആസ് മാം പറഞ്ഞ പോലെ മെഡിക്കൽ സ്റ്റുഡൻറ്റിന്റെ ഒരു ഇത് കേൾക്കുമ്പോൾ തന്നെ ഏറ്റവും കൂടുതലുള്ള ഒരു സാധനമാണ് ഈ സ്ട്രെസ് എന്ന് പറയുന്നത്. കാരണം ആസ് എ മെഡിക്കൽ സ്റ്റുഡൻറ് സ്ട്രെസ് വിൽ ഓൾവേസ് ബി ദർ, ബിക്കോസ് യുവർ hours are like that, your classes will be for example, എൻ്റെ ചേട്ടനൊക്കെ ക്ലാസ്സസ് ആർ ഓൺലി ഫ്രം he doesn't even have fixed classes. ചിലപ്പോൾ ഒരു ദിവസം 2 മണിക്കൂർ ഉണ്ടാവും, ചിലപ്പോൾ ഒരു ദിവസം 1 മണിക്കൂർ ഉണ്ടാവും, ചിലപ്പോൾ ക്ലാസ്സേ ഉണ്ടാവില്ല. അങ്ങനെയൊക്കെയായിരുന്നു IIT-യിൽ. ബട്ട് ഞങ്ങൾക്കൊക്കെ ഫിക്സ്ഡ് ടൈമിംഗ് ആണ്. രാവിലെ 8 മണിക്ക് പോയാൽ വൈകുന്നേരം 5 മണി വരെ എന്തായാലും ക്ലാസ് ഉണ്ടാവും. സോ ആൻഡ് ആഫ്റ്റർ ദാറ്റ് ദേർസ് ഞങ്ങൾക്ക് ഇടയ്ക്ക് വെച്ച് കോവിഡ് ഉണ്ടായിരുന്നു. സോ ബിക്കോസ് ഓഫ് കോവിഡ് ഞങ്ങളുടെ സെക്കൻഡ് ഇയർ ആക്ച്വലി ഇറ്റ് ഷുഡ് ബി ഡൺ വിത്ത് 1.5 years. ബട്ട് ഞങ്ങളുടെ സെക്കൻഡ് ഇയർ ഇറ്റ്സ് ഡൺ വിത്തിൻ 1 year. സോ 6 months ഞങ്ങളവിടെ കുറച്ചു. അപ്പോൾ എവറി 1.5 months ഞങ്ങൾക്ക് ഇങ്ങനെ സെമസ്റ്റർ എക്സാംസ് അതുപോലത്തെ എക്സാംസ് ഒക്കെ വരും. ആൻഡ് ദർസ് എ ലോട്ട് ഓഫ് പോർഷൻസ്. അവർ സ്പീഡിൽ ഇങ്ങനെ എന്തൊക്കെയോ പഠിപ്പിച്ചു തോന്നു. അപ്പോൾ അത് കോപ്പപ്പ് ചെയ്യാൻ തന്നെ നല്ല പാടായിരുന്നു. സോ ആൻഡ് ഡ്യൂറിങ് മൈ എൻട്രൻസിൻ്റെ സമയം പിന്നെ ബിക്കോസ് എൻ്റെ എൻട്രൻസ് ഞാൻ ഞാൻ രണ്ടും മെഡിക്കലും എഞ്ചിനീയറിംഗ് എഴുതിക്കൊണ്ടിരുന്നതുകൊണ്ട് എവറി 1 or 2 weeks എന്തെങ്കിലും എൻട്രൻസ് എക്സാം ഉണ്ടാവുമായിരുന്നു. ഏപ്രിൽ ബോർഡ് എക്സാം കഴിഞ്ഞപ്പോൾ തന്നെ ആദ്യം JEE വന്നു, പിന്നെ അതിൻ്റെ കുസാറ്റ് എൻട്രൻസ്, പിന്നെ അത് കഴിഞ്ഞിട്ട് നീറ്റ്, പിന്നെ JEE അഡ്വാൻസ്ഡ്, പിന്നെ എയിംസ്, പിന്നെ ജിപ്മ. എൻ്റെ JEE അഡ്വാൻസ്ഡും എയിംസ് തമ്മിൽ ഒരു ദിവസത്തെ ഗ്യാപ്പ് ഉണ്ടായിരുന്നുള്ളൂ. എൻ്റെ എയിംസ് എക്സാം കോയമ്പത്തൂരിലായിരുന്നു. ഞാൻ കോയമ്പത്തൂർ വരെ പോയിട്ട് തിരിച്ചു വന്നിട്ട് ഒരു ദിവസം ഗ്യാപ്പ് വേണ്ടി ഞാൻ JEE അഡ്വാൻസ്ഡ് എഴുതി. സോ for me there was less time to in between exams and all that. So ആ സമയത്ത് മാനേജിങ് സ്ട്രെസ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അതുകൊണ്ടാണ് ഞാൻ ഇനീഷ്യലി പറഞ്ഞപ്പോൾ തന്നെ അവിടുത്തെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് റോള് പേരൻസിൻ്റെ ആണ്. ബിക്കോസ് പേരൻസ് ക്യാൻ ഓൺലി ക്രിയേറ്റ് ദാറ്റ് എൻവയോൺമെന്റ് ഫോർ കിഡ്സ്. ആ സ്ട്രെസ് ഫ്രീ എൻവയോൺമെന്റ് ഉണ്ടാക്കുന്നത് പേരൻസ് ആണ്. സ്ട്രെസ് കുറയ്ക്കുന്നതും കൂട്ടുന്നതും എല്ലാം പേരൻസിന്റെ കയ്യിലാണ് ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ പറയുന്ന ഒരു വാക്ക് തന്നെ ചിലപ്പോൾ അവരുടെ സ്ട്രെസ് കുറയ്ക്കാം. ഫോർ എക്സാമ്പിൾ എൻ്റെ പേരൻസ്, ഞാൻ ആക്ച്വലി പെട്ടെന്ന് ടെൻഷൻ അടിക്കുന്ന കൂട്ടത്തിലാണ്. ഫോർ എക്സാമ്പിൾ ഞാൻ ടെൻഷൻ അടിച്ച് എഴുതിയ എക്സാമൊക്കെ ഞാൻ നല്ല രീതിക്ക് മോശമായിട്ട് ചെയ്തിട്ടുണ്ട്. ബട്ട് ഞാൻ ചില്ലായിട്ട് എഴുതിയ എക്സാമൊക്കെ എനിക്ക് നല്ല റാങ്ക് ഉണ്ട്. ഞാൻ ഏറ്റവും ചില്ലായിട്ട് എഴുതിയ എക്സാമാണ് JEE അഡ്വാൻസ്. കാരണം JEE അഡ്വാൻസ് തലേദിവസം ഞാൻ പറഞ്ഞു ഞാൻ യാത്ര ചെയ്യാറ്. അപ്പൊ എൻ്റെ അമ്മ പറഞ്ഞു നാളെ JEE അഡ്വാൻസ്. ഞാൻ പറഞ്ഞു ഉണ്ട്, ഇനി എന്താണെന്ന് എനിക്ക് അറിയത്തില്ല എന്ന് ഞാൻ ഇങ്ങനെ പറഞ്ഞു. അപ്പൊ അമ്മ പറഞ്ഞു അതിനെന്താ, നീ എന്തായാലും മിക്കവാറും മെഡിക്കലല്ലേ, നിനക്ക് പറ്റുന്ന പോലെ എഴുതിക്കോ, മാക്സിമം ഇതായിട്ട് റിലാക്സ് ആയിട്ട് പോയി എഴുതിയാൽ അപ്പൊ എനിക്കൊരു ഇത് കിട്ടി. അപ്പൊ അവർക്ക് കുഴപ്പമില്ല, ഞാനൊന്ന് റിലാക്സ് ആയി പോയി എഴുതിയാൽ എന്നെ കൊണ്ട് പറ്റാതെ ഞാൻ അങ്ങനെ സ്കോർ ചെയ്യാൻ നോക്കും. അപ്പൊ അതാ പേരൻസിന്റെ അവിടെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ളത്. അവിടെ പേരൻസിന്റെ ആണ്. എൻ്റെ പേരൻസ് ആ സമയത്ത് എനിക്ക് ആക്ച്വലി ഒരു നല്ല എൻവയോൺമെന്റ് ഉണ്ടാക്കി തന്നു. ഈവൻ തോ അയാളുടെ ലോട്ട് ഓഫ് എക്സാംസ്, അയാളുടെ ലോട്ട് ഓഫ് തിങ്സ് ഇൻ മൈ മൈൻഡ്, മനസ്സിൽ കുറേ കാര്യങ്ങൾ ഉണ്ടായിരുന്നു. ബട്ട് അറ്റ് ദാറ്റ് ടൈം ഈ ചെറിയ വാട്ട് ക്യാൻ സേ, കുറച്ച് വാക്കുകൾ, കുറച്ച് നല്ല രീതിക്കുള്ള ടോക്സ്, ദാറ്റ് ക്യാൻ ഇറ്റ്സെൽഫ് ഗോ എ ലോങ് വേ ഇൻ ദാറ്റ് ടൈം. ആ സമയത്ത് പിന്നെ IIT അഡ്വാൻസ് എനിക്ക് രാവിലെ ഉച്ചയ്ക്കായിരുന്നു ഈ അഡ്വാൻസ് എക്സാം വരുന്നത്. ഈ രാവിലെ 3 മണിക്കൂർ, ഉച്ചയ്ക്ക് 3 മണിക്കൂർ. ആൻഡ് ദാറ്റ് ഇറ്റ്സെൽഫ് ഇസ് എ ലോങ് ഡ്രെയിനിങ് പ്രോസസ്. രാവിലെ അവിടെ പോയി രാവിലെ എക്സാമിന് 2 മണിക്കൂർ പിന്നെ അവിടെ എത്തണം. എന്നിട്ട് അവിടെ അകത്ത് 1 മണിക്കൂർ ചുമ്മാ ഇരിക്കണം എക്സാം തുടങ്ങുന്നതിന് മുന്നേ. അപ്പൊ ഇങ്ങനെ കുറേ നേരം എനിക്ക് ചുമ്മാ ഇങ്ങനെ ആലോചിക്കും. പിന്നെ 3 മണിക്കൂർ എക്സാം ആയിട്ട് 2 മണിക്കൂർ ബ്രേക്ക്, വീണ്ടും എക്സാം. ദാറ്റ് ഇറ്റ്സെൽഫ് ഇസ് ട്രെയിനിങ്. ബട്ട് ആ സമയത്ത് ഞാൻ ആക്ച്വലി എനിക്കൊരു ഇതുണ്ടായിരുന്നു, എൻ്റെ വീട്ടുകാർക്ക് പേടിയില്ല, എന്തിനാ ഞാൻ വെറുതെ ടെൻഷൻ അടിക്കുന്നത്, അവര് ചില്ലാണ്. പിന്നെ ഞാൻ മാത്രമായിട്ട് ടെൻഷൻ അടിച്ചിട്ട് എനിക്കൊന്നും കിട്ടാനില്ല. ഞാൻ ഇപ്പൊ ഇനി ടെൻഷൻ അടിച്ചാൽ ഇറ്റ്സ് നോട്ട് വർത്ത് ഇറ്റ് ഫോർ മീ. അപ്പൊ ആ ഒരു ബോധം നമുക്കും വേണം ആസ് സ്റ്റുഡൻസ്. ടെൻഷൻ അടിക്കുന്നതുകൊണ്ട് ഏറ്റവും കൂടുതൽ നഷ്ടം വരുന്നത് നമുക്കാണെന്ന് നമ്മൾ തന്നെ മനസ്സിലാക്കണം.
ആ ബോധം എന്ന് വരുമ്പോൾ അന്നേ നമുക്ക് ഇതിനൊക്കെ സക്സീഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ആൻഡ് ബിക്കോസ് ഓഫ് ദാറ്റ് ഞാൻ മൈ അഡ്വാൻസ് ലൈക്ക് എനിക്ക് തോന്നുന്നത് ഞാൻ വേറെ ഏത് സമയത്ത് ഞാൻ അഡ്വാൻസ് ചെയ്തതിൽ എനിക്ക് 1300 റാങ്ക് ഒക്കെ കിട്ടുമെന്ന്. കാരണം ദാറ്റ് എക്സാം ഐ വിൽ സ്റ്റിൽ സേ വാസ് ദ മോസ്റ്റ് ചില്ലസ്റ്റ് എക്സാം ഐ ഹവ് എവർ റിട്ടൺ. ആൻഡ് 3 മണിക്കൂർ എക്സാം ഉണ്ട്. ഞാൻ ഒരു ക്വസ്റ്റൻ നോക്കി ഞാൻ ഇങ്ങനെ പയ്യെ ഇങ്ങനെ വായിക്കും, കുഴപ്പമില്ല, എന്തെങ്കിലുമൊക്കെ നമുക്ക് ആൻസർ മാർക്ക് ചെയ്യാം. പിന്നെ അന്ന് മൾട്ടിപ്പിൾ കറക്റ്റ് ക്വസ്റ്റൻസ് ഒക്കെ ഉണ്ട്. ഐ ഗസ് when you reach more in 11th and 12th you will understand how this multiple correct works. For example, if there is A, B, C, D options, like സാധാരണ MCQ എന്താ, ഒന്നിലേക്ക് A ആയിരിക്കും ശരി അല്ലെങ്കിൽ B ആയിരിക്കും ശരി. In multiple correct it can be A, B, it can be B, C, it can be A, B, C, D. 4 കറക്റ്റ് ആണ്. അപ്പോൾ ആ സമയത്ത് നമ്മൾ കറക്റ്റായ ഏതെങ്കിലും ഒരെണ്ണം മാർക്ക് ചെയ്താൽ തന്നെ നമുക്ക് 1 മാർക്ക് കിട്ടും. അപ്പൊ എന്റെ പ്ലാൻ ഞാൻ നോക്കുമ്പോൾ 4 ഓപ്ഷൻ എനിക്ക് എല്ലാം കറക്റ്റ് കണ്ടുപിടിക്കണമെന്നൊന്നുമില്ല. ഏതെങ്കിലും ഒരെണ്ണം കറക്റ്റ് കണ്ടുപിടിച്ചാൽ തന്നെ നമുക്ക് 1 മാർക്ക് കിട്ടും. അപ്പൊ അങ്ങനെയായിരുന്നു ഞാൻ അപ്രോച്ച് ചെയ്തിട്ടുള്ളത്. നമ്മുടെ അപ്രോച്ചിലാണ് മാറ്റർ ചെയ്യുന്നത്, ഹൗ ടു റെഡ്യൂസ് സ്ട്രെസ്. പിന്നെ ആസ് വെൻ യു കം ഇൻ ടു മെഡിക്കൽ സ്ട്രീം ഞാൻ പറഞ്ഞത് ഇറ്റ് ഓൾ ഡിപ്പെൻഡ്സ് ഓൺ വാട്ട് യു തിങ്ക് അബൌട്ട് യുവർ സെൽഫ്. നമ്മൾ സ്ട്രെസ് അടിച്ചിട്ട് ദി only person who's going to lose is ourselves, no one else. It's not going to affect the people around, it's not going to affect anyone else, it's just going to affect you. As student എനിക്ക് അത്ര പറയാനുള്ളൂ. And for certain people it can go to a long way that they might end up in depression, but that is just too much. അത്ര ഒന്നും സംഭവിക്കില്ല. As long as you believe in yourself, നിങ്ങളെ കൊണ്ട് പറ്റും എന്ന് നിങ്ങൾ തന്നെ മനസ്സിലാക്കണം. Then everything is possible. Nothing is impossible if you believe in yourself. And that will help a long way if you are going to go for MBBS, because MBBS, as I told, is training. 4.5 വർഷം ചത്തു കടന്നിരുന്ന് പഠിക്കേണ്ടി വരും. And at that time, if your friends would have gone to engineering, they might be earning, but that doesn't matter. നിങ്ങൾക്ക് പറ്റും, നിങ്ങൾ തന്നെ ഒരു you should have that thought in your head. And also I said in between, in my speech, find some time every day, maybe at least 30 minutes, 45 minutes. Do not think about studies. പുസ്തകം അങ്ങ് മാറ്റി വെക്കുക. വേറെ ആ പുസ്തകം ഇരിക്കുന്ന സ്ഥലത്തോട്ടേ പോകരുത്, ആ റൂമിലോട്ടേ കയറരുത്. വേറെ പുറത്തോട്ട് ഇറങ്ങുമോ, നടക്കുമോ, കളിക്കുമോ, ഓടുക, ചാട്, എന്താന്ന് വെച്ചാൽ ചെയ്തു. ബട്ട് ഐ ഓൾവേസ് യൂസ് ടു ഡു ദാറ്റ്. ഞാൻ 1-2 മണിക്കൂറൊക്കെ ഇടയ്ക്ക് ബ്രേക്ക് എടുക്കുമായിരുന്നു. കാരണം there is a time when your head gets heated up so much that you can't do anything, and that is every day. And at least takes once in 2 weeks and all, go outside, have some food. That's what parents and other ഇടയ്ക്ക് ഒന്ന് പുറത്തു കൊണ്ടോ, അടുത്ത എവിടെയും ഞാൻ കുറെ ദൂരെ ട്രിപ്പ് പോകാന്നൊന്നുമില്ല, അടുത്ത എവിടെയെങ്കിലും പുറത്ത് പോയി ഫുഡ് കഴിക്കുക. ദാറ്റ് വിൽ ഹെൽപ്പ് എ ലോട്ട്. ഇതൊക്കെ that is what my parents used to do when I used to get stressed. For example, എൻ്റെ ഓരോ എൻട്രൻസ് എക്സാം കഴിയുന്ന അന്ന് ഞാൻ പഠിക്കത്തില്ല. ഫോർ എക്സാമ്പിൾ എൻ്റെ JEE മെയിൻ ഏപ്രിൽ 15 അങ്ങോട്ടായിരുന്നു. അപ്പൊ ആ ദിവസം ഉച്ച കഴിഞ്ഞ് ഞാൻ പഠിച്ചിട്ടില്ല. എൻ്റെ വീട്ടുകാർ എന്നെ പുറത്തുകൊണ്ട് ഞാൻ സിനിമയ്ക്കാണ് പോയത്. സോ എൻ്റെ എൻട്രൻസ് എക്സാമിൻ്റെ ഇടയ്ക്ക് ഞാൻ ഒരു 4-5 പടം കണ്ടു കാണും. ബട്ട് അതിന് 2-3 മാസം മുന്നേ ഞാൻ പടമൊന്നും കണ്ടിട്ടില്ല. ബട്ട് അതാണ് സംഭവം. മാക്സിമം ടേക്ക് ബ്രേക്സ് ഇൻ ബിറ്റ്വീൻ. ബിക്കോസ് if you are tired and you are not taking breaks, ഒരു സിമ്പിൾ പ്രോബ്ലം സോൾവ് ചെയ്യാൻ നിങ്ങൾക്ക് 1/2 മണിക്കൂർ വേണ്ടി വരും. ബട്ട് ഒരു 20 മിനിറ്റ് ബ്രേക്ക് എടുത്തിട്ട് നിങ്ങൾ തിരിച്ചു വന്നാൽ അതേ പ്രോബ്ലം നിങ്ങൾക്ക് 2 മിനിറ്റോട് സോൾവ് ചെയ്യാൻ പറ്റും. അപ്പം എഫക്റ്റീവ് ലാബ് 8 മിനിറ്റ് ആണ്. എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞു. സോ ഹരി, ഇപ്പം റെഗുലർ ആയിട്ട് ഇപ്പോൾ ഒരു ബ്രില്യൻ്റ് സ്റ്റുഡൻറ് കൂടി എന്ന നിലയിൽ ഒരുപാട് എക്സാംസ് എഴുതിയ ഒരാളായിരിക്കും. അതായത് ഇവിടെ ബ്രില്യൻ്റ് ടൈമിൽ ഒരുപാട് മോഡൽ എക്സാംസ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരുപാട് എക്സാംസ് എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ മോഡൽ എക്സാംസിന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താണ് തോന്നിയത്? കാര്യം ഒരുപാട് പ്രാക്ടീസ് ചെയ്താലാണ് ഇതുപോലത്തെ കോമ്പറ്റേറ്റീവ് എക്സാംസിനെല്ലാം സ്കോർ ചെയ്യാൻ. ഇപ്പം സാറ് പറഞ്ഞതുപോലെ തന്നെ, വെങ്കടേഷ് സാറ് പറഞ്ഞ പോലെ തന്നെ, നമ്മൾ ഇഷ്ടപ്പെട്ട് അതിനെ പ്രാക്ടീസ് ചെയ്ത് വേണം ആ ഒരു എക്സാമിനെ അറ്റൻഡ് ചെയ്യാൻ. അപ്പോൾ ഈ ഒരു റെഗുലർ ആയിട്ടുള്ള എക്സാംസിന്റെ പ്രാക്ടീസ് മൂലം അതിന്റെ ഒരു എന്ത് ഇമ്പോർട്ടൻസ് ആണ് തോന്നിയത്? ഞാനും എൻ്റെ അച്ഛനും പറഞ്ഞിട്ടുണ്ട്, ഞാനും ഇടയ്ക്ക് പറഞ്ഞു, പ്രാക്ടീസ് മേക്സ് എ മാൻ പെർഫെക്റ്റ്. ആൻഡ് ദാറ്റ്സ് നോട്ട് എ സിമ്പിൾ സെയിങ്, ദാറ്റ് ഈസ് ആക്ച്വലി ട്രൂ. അത് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമ്മൾ സക്സീഡ് ചെയ്യത്തുള്ളൂ. അത് എന്ത് ഫീൽഡിലായാലും, സ്പോർട്സ് ആയാലും അക്കാഡമിക്സ് ആയാലും എന്തിലായാലും. സോ ഇൻ ദിസ് കോമ്പറ്റേറ്റീവ് തിങ്സ്, മോഡൽ എക്സാംസ്, ബ്രില്യൻറ്റിന്റെ ഏറ്റവും വെച്ചാൽ ബ്രില്യൻറ്റിങ്ങനെ അവസാനമൊക്കെ എത്തുമ്പോൾ ഈ എൻട്രൻസിന് കുറെ ദിവസം ഇങ്ങനെ അടുപ്പിച്ച് കുറെ മോഡൽ എക്സാംസ് ഉണ്ടാവും. അപ്പോൾ കുറെ പീപ്പിൾ ഇതിലേക്ക് ഇതെന്താണ് കുറെ എക്സാം ഉണ്ട്, നമുക്കിത് പറ്റത്തില്ലല്ലോ അങ്ങനെ. ഇറ്റ് ഇസ് നോട്ട് മോഡൽ എക്സാം ബിക്കോസ് ഇറ്റ് ഇസ് എ മോഡൽ, ഇറ്റ് ഇസ് നോട്ട് എൻ ആക്ച്വൽ തിങ്. സോ അതിൽ കൂടുതൽ ടെൻഷൻ എടുക്കാണ്ട് പറ്റാവുന്ന പോയി എഴുതണം. ബട്ട് ആ 3 hours ദാറ്റ് എക്സാം അറ്റ്മോസ്ഫിയർ ദാറ്റ് വിൽ ഓൺലി ബി ദെയർ ഇഫ് യു റൈറ്റ് എ മോഡൽ എക്സാം. അത് വീട്ടിലിരുന്ന് അതേ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ നമുക്ക് അത് കിട്ടത്തില്ല. ആ 3 hours എക്സാം അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യാനാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഈ മോഡൽ എക്സാമിൻ്റെ ഒക്കെ.
നമുക്ക് ചിലപ്പോൾ ആൾക്കാർ പറയും ഇതേ സാധനം നമ്മൾ വീട്ടിൽ പോയിരുന്നിട്ട് 3 മണിക്കൂറിൽ 150 ക്വസ്റ്റ്യൻ ചെയ്താൽ പോരും. ബട്ട് വീട്ടിലിരിക്കുന്ന എന്ത്, യു ആർ ഇൻ ദ കംഫർട്ട് ഓഫ് യുവർ ഓൺ ഹോം, യു ആർ ഇൻ ദ കംഫർട്ട് ഓഫ് യുവർ ഓൺ റൂം, യു ആർ ഇൻ ദ കംഫർട്ട് ഓഫ് യുവർ ഓൺ ചെയർ. അപ്പോൾ പിന്നെ ഇടയ്ക്ക് അമ്മ വന്ന് എന്തെങ്കിലും ഫുഡൊക്കെ തരും. ആ ഒരു കംഫർട്ടിൽ നിന്ന് മാറണം, എന്നാലേ നമുക്ക് ഇത് സക്സീഡ് ചെയ്യാൻ പറ്റുള്ളൂ. ബിക്കോസ് ഇൻ ദി എൻഡ് ഇഫ് യു ആർ ഗോയിങ് ടു അപ്പിയർ ഫോർ എനി കോമ്പറ്റേറ്റീവ് എക്സാം യു വിൽ ബി ഗോയിങ് ടു സം ഏതെങ്കിലും ഒരു റാൻഡം സ്കൂളിൽ പോയിട്ട് ഒരു റാൻഡം ചെയറിൽ ഇരുന്നിട്ട് കുറെ ആൾക്കാർക്ക് ചുറ്റുണ്ടോ ആരാന്ന് പോലും അറിയത്തുണ്ടാവില്ല, അവരുടെ ഇടയിൽ ഇരുന്ന് എക്സാം എഴുതുന്നതാണ്. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ സിമുലേറ്റ് ചെയ്യാനായിട്ടാണ് ഈ മോഡൽ എക്സാമിന്റെ ഏറ്റവും ഇമ്പോർട്ടൻസ്. ഇറ്റ്സ് നോട്ട് അബൌട്ട് ഓൺലി പ്രാക്ടീസിങ് ദാറ്റ് ക്വസ്റ്റ്യൻസ്. ലൈക്ക് ഫോർ എക്സാമ്പിൾ നീറ്റ് ആണെങ്കിൽ 180 questions in 3 hours, IIT ആണെങ്കിൽ ഐ ഡോണ്ട് നോ ഹൗ മച്ച് questions are there in IIT, it keeps changing. ലൈക്ക് അതിനല്ല, that's not the only point. It's about the simulation. അത് കാരണം മാക്സിമം മോക്ക് എക്സാംസ് അറ്റംപ്റ്റ് ചെയ്താലേ we can improve ourselves, because that simulating ourselves in that environment will help us reduce pressure during the actual event. അതുകൊണ്ടാണ് ലൈക്ക് ഈവൻ ഇൻ എനിത്തിങ് ലൈക്ക് നോട്ട് ഓൺലി ഇൻ സ്റ്റഡീസ്, ഏതൊരു സാധനത്തിലും പ്രാക്ടീസ് മാച്ചസ്, പ്രാക്ടീസ് തിങ്സ്, പ്രാക്ടീസ് ടെസ്റ്റ്സ്, ഇതൊക്കെ എന്തിനാ? ഇറ്റ്സ് ജസ്റ്റ് എ സിമുലേഷൻ ആൻഡ് ഇറ്റ് നെവർ കൗണ്ട്സ് ആസ് ദി ആക്ച്വൽ വൺ. സോ യു ക്യാൻ റെഡ്യൂസ് യുവർ പ്രഷർ. അതുകൊണ്ടാണ് ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആവുന്നത്. ആൻഡ് ബ്രില്യൻറ്റ് ദേ വിൽ കീപ് ഓൺ കണ്ടക്ടിങ് മോക്ക് എക്സാംസ് ആൻഡ് ദാറ്റ് വിൽ ഹെൽപ്പ് എ ലോട്ട്. നല്ലോണം സഹായിക്കും ഇന്ത്യയിൽ. ലൈക്ക് നമ്മളപ്പോൾ ഈ കുറെ വട്ടം എഴുതുമ്പോൾ നമുക്ക് തോന്നും ഇതെന്താ കുറെ ഉണ്ടല്ലോ എന്ന് തീരാത്തതെന്ന്. ബട്ട് അവസാനം ഇന്ത്യൻ്റെ when like after your exam, like final exam is done, and then only you will understand the importance of all that. ആക്ച്വലി ഇങ്ങനെ സ്കൂളിലത്തെയും പ്ലസ് ബ്രില്യൻറ്റിനെ പഠിക്കുമ്പോൾ ഈ കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ടല്ലോ, ഫിസിക്സിനും ബയോളജിക്കും കെമിസ്ട്രിക്കൊക്കെ. അപ്പോൾ ഈ പഠിക്കുന്ന രീതി എന്താ? ആക്ച്വലി ഇപ്പോൾ ബയോളജി ആണെങ്കിൽ ഇപ്പോൾ കുറേ എക്സാംസ് ഉണ്ട്, ഇപ്പോൾ മെഡിസിൻ ആണെങ്കിൽ കുറേ സംഭവങ്ങളൊക്കെ കാണാൻ തുടക്കണം, അങ്ങനെയാണ് ഇങ്ങനെയാണ്. അപ്പോൾ അതിൻ്റെ ഒരു എക്സാം എന്താണെന്ന് പറഞ്ഞാൽ എളുപ്പത്തിൽ പഠിക്കാനുള്ള ഒരു രീതി, ചേട്ടൻ്റെ രീതി എന്താ പഠിക്കാനുള്ളത്? സോ ദി തിങ് അബൌട്ട് ബയോളജി ആൻഡ് ഓൾ ഇസ് ലൈക്ക് അതെന്തായാലും കാണപ്പാടം പഠിക്കണം. ബയോളജി ആയാലും കെമിസ്ട്രി, ഇനോർഗാനിക് കെമിസ്ട്രി എന്നൊരു സാധനമുണ്ട്, അതെന്തായാലും കാണപ്പാടം പഠിക്കണം. ഇൻ അതർ തിങ്സ് ലൈക്ക് മാത്സ് ആയാലും ഫിസിക്സ് ആയാലും ബാക്കിയുള്ള ഫിസിക്കൽ കെമിസ്ട്രി, അതിലൊക്കെ കുറേ കാൽക്കുലേഷൻസ് ഉണ്ട്, അതിലൊക്കെ നമുക്ക് ലോജിക് അപ്ലൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മളിവിടെ കോച്ചിങ്ങിന് വരുന്നതന്നെ ഈ കോൺസെപ്റ്റ് ക്ലിയർ ആക്കണം. കോൺസെപ്റ്റ് ക്ലിയർ ആയ അവിടെ എളുപ്പം. ബട്ട് ബയോളജി നമ്മൾ ഇരുത്തി വായിക്കണം, നോ അതർ വേ. പ്രോപ്പറായിട്ട് ഇരുന്ന് വായിച്ചാലേ ബയോളജി നമ്മുടെ തലയിൽ കയറത്തുള്ളൂ. ബട്ട് ഞാനിങ്ങനെ ഐ എം നോട്ട് സെയിങ് നിങ്ങൾ 10-20 പ്രാവശ്യം വായിക്കണമെന്നൊന്നുമില്ല. ഒരു 1 or 2 times ഇരുത്തി വായിച്ചിട്ട് ദെൻ യു ഹാവ് ടു അപ്രോച്ച് ഇറ്റ്സ് ക്വസ്റ്റ്യൻസ്. അല്ലാണ്ട് 10 times ഇരുന്ന് വായിക്കണം എന്നല്ല. ഒരു 1 time പ്രോപ്പറായിട്ട് വിത്തൗട്ട് എനി ഡിസ്ട്രാക്ഷൻസ് ഒരു ചാപ്റ്റർ എടുക്കുക. ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് 8th എന്താ എടുക്കുന്നത് എനിക്ക് അറിയത്തില്ല, ഏതെങ്കിലും ചാപ്റ്റർ സർക്കുലേറ്ററി സിസ്റ്റം. അപ്പോൾ സർക്കുലേറ്ററി സിസ്റ്റം ആദ്യം നമ്മൾ ഇരുത്തി വായിക്കുക. ആദ്യം ബ്ലഡ് വെസൽ എന്താണ്, കാപ്പിലറി എന്താണ്, ഫോർ എക്സാമ്പിൾ ലിംഫാറ്റിക്സ് എന്താണ്, RBC എന്താ, WBC എന്താ, ഇതൊക്കെ കറക്റ്റായിട്ട് ആ ബുക്ക് ഇരുന്ന് ആദ്യം വായിക്കാം. എന്നിട്ട് ദെൻ നെക്സ്റ്റ് ഡേ റീഡ് അഗെയിൻ. റീഡ് ലൈക്ക് ആ 2 times മര്യാദയ്ക്ക് ഇരുന്ന് വായിച്ചിട്ട് ദെൻ അപ്രോച്ച് ഇറ്റ്സ് ക്വസ്റ്റ്യൻസ്. ദെൻ സീ ഹൗ മച്ച് ലൈക്ക് എത്രയാണ് ശരിയാവുന്നുണ്ട്, എത്രയാണ് തെറ്റുന്നുണ്ട്, തെറ്റിയത് എന്താണെന്ന് പിന്നെ നോക്കുക. അപ്പോൾ അപ്പോൾ ഒരു പ്രാവശ്യം അപ്പോൾ മനസ്സിലായി. ദെൻ റീഡ് വൺസ് മോർ. ദെൻ പിന്നെ അപ്പോൾ നമുക്ക് മനസ്സിലായി എവിടെ തെറ്റി എവിടെ പോയി. പിന്നെ ഒരിക്കലും തെറ്റത്തില്ല. Because and then the third time when you are reading, after you have done like some questions, you can read it more faster, because we know where we have been right, we know where we have been wrong. For revise also it will help a lot. അപ്പോൾ ഹരി, നമ്മളിപ്പോൾ ഒരു കോമ്പറ്റേറ്റീവ് അല്ലെങ്കിൽ ഈ ഒരു എക്സാമിലേക്ക് വരുമ്പോഴത്തേക്കും ദർ ഇസ് എ ബിഗ് ചേഞ്ച്, ബിക്കോസ് ഡിസ്ക്രിപ്റ്റീവ് വേഴ്സസ് MCQ എന്നൊരു ബിഗ് ചേഞ്ച് വരികയാണ് നമ്മൾ ഈ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിലേക്ക് വരുമ്പോൾ. അപ്പോൾ അതായത് ഒരു +1+2 വരെ ഡിസ്ക്രിപ്റ്റീവായിട്ട് നിങ്ങൾ അതിനെ ആ ഒരു കൺസെപ്റ്റിനെ വളരെ ഡീറ്റെയിൽ ആയിട്ട് എഴുതി, അങ്ങനെ ഇപ്പം നമ്മുടെ ഒരു സ്റ്റുഡൻസിൻ്റെ ഒക്കെ ഒരു ഭാഷയിൽ പറഞ്ഞാൽ നമ്മൾ ഗ്യാസ് അടിച്ച് വെക്കാന്ന് പറയും ഇല്ലേ. നമുക്കൊരു ചെറിയൊരു എന്തെങ്കിലും ഒരു പോയിന്റ് അറിയാമെങ്കിൽ ബാക്കി അതിനെ വെച്ചിട്ട് നമുക്ക് വലിച്ച് നീട്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും. ബട്ട് വെൻ വി ആർ കമ്മിങ് ടു MCQ നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല, ഗ്യാസ് അടിക്കാൻ പറ്റില്ല അല്ലേ. അപ്പോൾ ഈ ഒരു ഡിസ്ക്രിപ്റ്റീവ് വേഴ്സസ് MCQ ഒന്ന് വരുമ്പോഴത്തേക്കും അതിൻ്റെ ആ ഒരു ചേഞ്ച് എങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ ഈ ഡിസ്ക്രിപ്റ്റീവിൽ നിന്ന് MCQയിലേക്ക് പോകുമ്പോൾ എങ്ങനെയാണ് MCQ ഒന്ന് സ്ട്രോങ് ആക്കുന്നത്, എങ്ങനെയാണ്? എൻ്റെ അച്ഛൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, എന്തൊക്കെ വന്നാലും മാത്സ് 2 സ്ഥലത്ത് സെയിം തന്നെയാണ്. ഡിസ്ക്രിപ്റ്റീവ് ആയാലും ഒബ്ജക്റ്റീവ് ആയാലും ഫിസിക്സ് 2 സ്ഥലത്ത് സെയിം തന്നെയാണ്. ഒരിക്കലും അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്ന് കെമിസ്ട്രി ഒന്നും മാറത്തില്ല. സോ എവറിത്തിങ് വിൽ ബി സെയിം. ആൻഡ് റൈറ്റ് നോ യെസ്, നിങ്ങൾ ചിലപ്പോൾ എക്സാം എഴുതുമ്പോൾ ഞാനും പണ്ട് കുറെ തള്ളുകയൊക്കെ ചെയ്യായിരുന്നു പേപ്പറിൽ. ആ പേപ്പറിന് തള്ളിന് സ്കൂൾ ടീച്ചേഴ്സ് മാർക്ക് തരും. ബട്ട് വെൻ യു ലൈക്ക് ഈ ബോർഡ് എക്സാമിനൊക്കെ പറഞ്ഞാൽ അവർ നമ്മൾ എഴുതുന്ന തള്ളിനല്ല മാർക്ക് വരുന്നത്. ബിക്കോസ് കറക്റ്റ് ചെയ്യുന്ന ടീച്ചർമാർക്ക് അറിയത്തില്ല നിങ്ങൾ ആരാണ്.
അവരൊരു റാൻഡം പേപ്പർ മാത്രമേ അവരുടെ കയ്യിലുള്ളൂ. അവർ നോക്കുന്നത് എന്താ, പോയിന്റ്സ് ആണ്. ആ പോയിന്റ്സ് തന്നെയാണ് ആ കോൺസെപ്റ്റ്. സോ ദാറ്റ് ഡസൻ ചേഞ്ച് എനിവേ. സോ നിങ്ങൾ ആ കോൺസെപ്റ്റ് മനസ്സിലാക്കുന്നു, നിങ്ങൾക്ക് ഈസി ആയിട്ട്, പിന്നെ നിങ്ങൾ കോൺസെപ്റ്റ് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കി നിങ്ങൾക്ക് ഈസി ആയിട്ട് എക്സാമിന് കുറച്ച് മുന്നേ നിങ്ങൾ മറ്റേ ഡിസ്ക്രിപ്റ്റീവ്, ഫോർ എക്സാമ്പിൾ നിങ്ങൾ 11th 12th ഫിസിക്സിൽ ഏറ്റവും കൂടുതൽ വരുന്ന ഇമ്പോർട്ടൻ്റ് ഡെറിവേഷൻസ് എന്നൊക്കെ പറഞ്ഞ് കുറേ സാധനങ്ങൾ വരും. അതായത് ഇന്ന ഫോർമുല എങ്ങനെ ഡെറൈവ് ചെയ്യേണ്ടത്, അത് നിങ്ങൾ കോൺസെപ്റ്റ് എന്താണെന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. എന്നിട്ട് സ്കൂൾ ടീച്ചർമാർ എന്തായാലും ഒരു വലിയ ഡെറിവേഷൻ പറയും, അത് നിങ്ങൾ കാണാപ്പാടെ പഠിക്കുന്നവരെ നിങ്ങൾ ആ കോൺസെപ്റ്റ് മനസ്സിലാക്കിയിട്ട് ലൈക്ക് പ്രോപ്പറായിട്ട് മനസ്സിലാക്കണം. Then if you see the derivation, it will be very easy. Like people might say that ഞാൻ ചുമ്മാ തള്ളാണ്, ബട്ട് ആക്ച്വലി ഇറ്റ് ഇസ് ട്രൂ. ഞാൻ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരുന്നത്, ഞാൻ ആക്ച്വലി കോൺസെപ്റ്റ് മനസ്സിലാക്കിയിട്ട് പിന്നെ ഡെറിവേഷൻ നോക്കുമ്പോൾ യു ക്യാൻ ഡിറൈവ് ഓൺ ദ സ്പോട്ട്. യു ഡോണ്ട് ഹാവ് ടു ബൈ ഹാർട്ട് ദാറ്റ്. അതായത് നമ്മൾ എങ്ങനെയാണ് ആ ഫോർമുല വന്നത് പോലും നമ്മൾ ബൈ ഹാർട്ട് അടിക്കേണ്ട. ആ ഇനീഷ്യൽ സാധനം മാത്രം മനസ്സിലാക്കിയിട്ട് കോൺസെപ്റ്റ് അറിയാവുന്നതുകൊണ്ട് മാത്രം നമുക്ക് സ്വന്തമായിട്ട് ഓൺ ദ സ്പോട്ട് ആ എക്സാമിന് നമ്മൾ ഡെറൈവ് ചെയ്ത് ശീലിക്കും. അതിലാണ് കാര്യം. So from there, so the concept remains the same. So there's no much difference between descriptive and MCQ. As I said, like നമ്മൾ ഇപ്പം ഇരിക്കുന്നതുകൊണ്ട് it might work that നമ്മൾ കുറച്ച് തള്ളിയാൽ നമുക്ക് മാർക്കൊക്കെ കിട്ടുന്നു. But that doesn't work when you come, like when you reach 10th or when you reach 12th and anyways, as I said, concept remains the same. So there is no much difference between descriptive exam or objective exam. But objective exam, it's like sometimes you might not even need the concept. കൂടുതൽ ഞാൻ എപ്പോഴും പറയണം, കൂടുതൽ MCQ സോൾവ് ചെയ്യുമ്പോൾ ഏറ്റവും ഗുണമെന്ന് വെച്ചാൽ നമ്മൾ ക്വസ്റ്റ്യൻ നമുക്ക് ചിലപ്പോൾ മനസ്സിലാവില്ല, ബട്ട് ഓപ്ഷൻസ് ചെയ്ത് നമ്മൾ ആൻസർ കണ്ടുപിടിക്കാൻ പഠിക്കും. അതായത് 4 ഓപ്ഷൻസ് ഉണ്ടാവും, 4 ഓപ്ഷൻസ് ചെയ്യുന്ന ഈ ഓപ്ഷൻ എന്തായാലും ആൻസർ വരത്തില്ല നമുക്ക് മനസ്സിലാവും, ഈ ഓപ്ഷൻ വരത്തില്ല, അപ്പോൾ പിന്നെ ബാക്കി 2 അതിൽ നിന്ന് പിന്നെ നമുക്ക് ക്വസ്റ്റ്യൻ ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. ദാറ്റ് വിൽ ഹെൽപ്പ് ഇൻ MCQs. കൂടുതൽ പ്രാക്ടീസ് ചെയ്യുമ്പോൾ MCQ ശരിയാവും. കോൺസെപ്റ്റ് മനസ്സിലാക്കിയ എന്തായാലും MCQനും ബെനിഫിറ്റ് ആണ്, ഡിസ്ക്രിപ്റ്റീവിനും ബെനിഫിറ്റ് ആണ്. നെഗറ്റീവ് മാർക്കിങ്സ് കുറച്ച് എങ്ങനെ എക്സാം അപ്രോച്ച് ചെയ്യാമെന്ന് പറയാം. ദാറ്റ് ഈസ് അനദർ ഇമ്പോർട്ടൻറ്റ് തിങ് ഒരു കോമ്പറ്റീവ് എക്സാം. അപ്പോൾ ഏറ്റവും ആദ്യം ഞാൻ പറഞ്ഞില്ലേ, പ്രാക്ടീസ് ചെയ്യണം ഫസ്റ്റ്. ഏറ്റവും ഇപ്പോൾ മിക്ക നീറ്റിനൊക്കെ എന്ന് വെച്ചാൽ +4 -1 സിമ്പിൾ ആസ് ദാറ്റ്. IIT-യിലാണ് ഞാൻ പറഞ്ഞ ഈ JEE അഡ്വാൻസിൽ പുതിയ അവരെല്ലാം വർഷം എന്തെങ്കിലും ഒരു കുറച്ച് ടോപ്പിക്ക്, അപ്പോൾ കൃത്യമായിട്ട് ഇൻസ്ട്രക്ഷൻ വായിച്ചാൽ നമ്മൾ തന്നെ ഇതായി പോകും. അതായത് ഞാൻ പറഞ്ഞു ഈ മൾട്ടിപ്പിൾ കറക്റ്റ് ക്വസ്റ്റ്യന്, ഇൻഡിജർ ടൈപ്പ് എന്നൊക്കെ പറഞ്ഞാൽ കുറേ ഉണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് നീറ്റിൻ്റെ ബേസിസിൽ പറയും. നീറ്റ് സിമ്പിളാണ്, ഒരു ക്വസ്റ്റ്യൻ കറക്റ്റ് ആയിട്ട് +4 അല്ലെങ്കിൽ -1. ദാറ്റ് ഇസ് എ നോർമൽ ട്രെൻഡ് എവരിവെയർ. അപ്പോൾ അതിൽ ഏറ്റവും ആദ്യം ഞാൻ പറഞ്ഞ പോലെ നമ്മൾ മാക്സിമം MCQs പ്രാക്ടീസ് ചെയ്യണം. സോ യു വിൽ നോ ദി കറക്റ്റ് ആൻസർ സ്ട്രേറ്റ് ഫോർ. Then second thing, as you practice MCQs, ഞാൻ ഓൾറെഡി പറഞ്ഞു, you can understand which is correct, which is like even if you can't understand which is correct, you can know which is wrong. ഏതാ തെറ്റ് എന്ന് ഇങ്ങനെ കൃത്യമായിട്ട് മനസ്സിലാവും. അപ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു 1 അല്ലെങ്കിൽ 2 ഓപ്ഷൻസ് എങ്കിലും നമുക്ക് റൂൾ ഔട്ട് ചെയ്യാൻ പറ്റും. പിന്നെ എടുക്കേണ്ട ഒരു ഗസ്സാണ്, അത് പ്രാർത്ഥിച്ച് എടുക്കുക. ബട്ട് ഇഫ് യു ആർ നോട്ട് അറ്റ് ഓൾ ഷുവർ, ഈ ക്വസ്റ്റ്യൻ ജീവിതത്തിൽ പോലും കണ്ടിട്ടില്ല എന്നുള്ള ഇതാണ്, ആൻസർ എന്തായാലും അറിയത്തില്ല, വെറുതെ അൺവാണ്ടഡ് ഗസ് എടുക്കരുത്. That is what I say. As long as you practice more questions, first of all, you will directly get the answer. And second thing, as I said, rule out the wrong answers. Still, ഇതുവരെ കണ്ടിട്ടേ ഇല്ലാത്ത ക്വസ്റ്റ്യൻ ആണെങ്കിൽ റിസ്ക് എടുക്കാണ്ടിരിക്കുന്നതാണ് ബെസ്റ്റ്. ഞാൻ അങ്ങനെ എനിക്കൊന്ന് എൻ്റെ നീറ്റിലൊരു 5 ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ വിട്ട്, കാരണം എനിക്കത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല എന്ന് ഉറപ്പായിരുന്നു. വെറുതെ -1 അടിക്കേണ്ടത്, കാരണം ഈവൻ 1 നെഗറ്റീവ് മാർക്ക് ക്യാൻ ബ്രിങ് യുവർ റാങ്ക് ഡൗൺ സോ ബാഡ്. ആൻഡ് എൻ്റെ വർഷത്തെ നീറ്റ് പോലെ അല്ല ഇപ്പോഴത്തെ വർഷങ്ങളിൽ. 2018 ബാച്ചിൽ 6, ഫോർ എക്സാമ്പിൾ എൻ്റെ മാർക്ക് വെച്ചാൽ 660 മാർക്സ് ഔട്ട് ഓഫ് 770 വുഡ് ഹാവ് ഗോട്ടൺ എ റാങ്ക് ഓഫ് 50 or 60 ഓൾ ഇന്ത്യയിൽ. എൻ്റെ വർഷമായപ്പോൾ അത് 470 റാങ്കായി എനിക്ക്. എൻ്റെ ജൂനിയർ ബാച്ചിൻ്റെ വർഷമായപ്പോൾ അത് 1000 എത്തി. 2021 22 ഒക്കെ എത്തിയപ്പോഴത്തേക്ക് അത് 4000 5000 വരെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഒരു നെഗറ്റീവ് മാർക്ക് അൺവാണ്ടഡ് ആയിട്ട് ഗസ് ചെയ്യുമ്പോൾ റാങ്ക് 100 200 500 എന്നൊക്കെ പറഞ്ഞു പോകും. സോ അൺവാണ്ടഡ് ഗസ്സസ് മാക്സിമം അവോയ്ഡ് ചെയ്യാം. ഇഫ് യു ഹാവ് ലൈക്ക് സ്ലൈറ്റ് ചാൻസ്, ലൈക്ക് നിങ്ങൾക്കൊരു തോന്നലുണ്ട് ഇതാവാം, അപ്പോൾ ടേക്ക് എൻ എഡ്യൂക്കേറ്റഡ് ഗസ് ഓർ കാൽക്കുലേറ്റഡ് ഗസ്. ദാറ്റ് ഐ എം സപ്പോർട്ടിങ് ബിക്കോസ് ഐ ഹവ് ഓൾസോ ഡൺ. ഞാൻ എൻ്റെ JEE മെയിൻസിൽ കെമിസ്ട്രിക്ക് എനിക്കൊരു 5 ക്വസ്റ്റ്യൻ ഡൗട്ട് ഉണ്ടായിരുന്നു. 5 ഞാൻ ഒരു കാൽക്കുലേറ്റഡ് ഗസ് ചെയ്തു, 5 എനിക്ക് ശരിയായി. അത് ഭാഗ്യമാണ്. അപ്പോൾ കാൽക്കുലേറ്റഡ് ഗസ്സസ് എടുക്കാം, ബട്ട് അൺവാണ്ടഡ് ഗസ് ഇസ് എ കംപ്ലീറ്റ് നോ. നെഗറ്റീവ് മാർക്സ് കുറയ്ക്കാം. എന്താ അറിയാം, ഞാൻ ഈ ഇടയ്ക്ക് പല ക്ലാസ്സിലും കയറാറുണ്ട്, അറിയാം റിപ്പീറ്റർ സ്റ്റുഡൻസ് എന്നല്ല. അപ്പോൾ എൻ്റെ ഒരു മന്ത്ര എന്ന് പറഞ്ഞാൽ, നിങ്ങളൊരു ക്വസ്റ്റ്യൻ വായിക്കും. ഫോർ എക്സാമ്പിൾ ഒരു ക്വസ്റ്റ്യൻ വായിച്ചു, ഓപ്ഷൻസ് 4 ക്വസ്റ്റ്യൻ വായിച്ചു, ഓപ്ഷൻ 4 വായിച്ചു, ഷുവറായിട്ടുണ്ടെങ്കിൽ മാത്രം മാർക്ക് ചെയ്യും. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ യു റീഡ് ദ ക്വസ്റ്റ്യൻ വൺസ് മോർ.
ഒന്നുകൂടി ഒന്ന് വായിക്കും, ഒന്നുകൂടി ഒന്ന് ഓപ്ഷൻ നോക്കും, യു വിൽ ഗെറ്റ് ഇറ്റ്. ഉറപ്പായിട്ട് കിട്ടും. നമ്മൾ ഇത് എക്സ്പീരിയൻസ് ചെയ്ത കുട്ടികൾ പറഞ്ഞു, എസ്പെഷ്യലി നീറ്റ് റിപ്പീറ്റേഴ്സായിട്ട് ഞാൻ എല്ലാ ആഴ്ചയും തേവര സെന്ററിൽ ഞാൻ മീറ്റ് ചെയ്യാറുണ്ട്. ആ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് 100% ഉറപ്പുണ്ടെങ്കിൽ യു മാർക്ക് ഇറ്റ്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ യു റീഡ് ഒന്നുകൂടി ഒന്ന് വായിക്കും, ഓപ്ഷനെ വായിക്കും, ക്വസ്റ്റ്യനെ വായിക്കും. ചിലപ്പോൾ നിങ്ങൾക്ക് ക്ലിക്കാവും. ചില കുട്ടികൾ എന്ത് ചെയ്യുന്നറിയാം, ആദ്യം ക്വസ്റ്റ്യൻ വായിക്കും, ഉടനെ തന്നെ മാർക്ക് ചെയ്യും, പിന്നെ നോക്കും അയ്യോ ഇതല്ലല്ലോ മാറിപ്പോയല്ലോ. ആ മാറിപ്പോയതിൻ്റെ ആ ഒരു ഇത് മാറ്റം. യു ഹാവ് ടു റീഡ് വൺസ് മോർ. സംശയം ഉണ്ടെങ്കിൽ മാത്രം. 100% ഉറപ്പുണ്ടെങ്കിൽ അപ്പം തന്നെ മാർക്ക് ചെയ്യും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഓപ്ഷൻ ബി ആണെങ്കിൽ 100% ഉറപ്പ് ബി മാർക്ക് ചെയ്തു. ഓപ്ഷൻ എ ബി ആണെങ്കിൽ ബി സി ആണെങ്കിൽ യു റീഡ് ഇറ്റ് വൺസ് മോർ. ക്വസ്റ്റ്യനും റീഡ് ചെയ്യുക, ആൻസർ റീഡ് ചെയ്യുക, യു വിൽ ഗെറ്റ് ഇറ്റ് കറക്റ്റ്. ഓക്കെ, ഈസ് എക്സ്പീരിയൻസ്ഡ് സ്റ്റുഡൻസ് എൻ്റെ അടുത്ത് സംസാരിച്ചത്, അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഷെയർ ചെയ്തത്. ഓക്കെ, ഈ ഒരു ഏജ് എന്ന് പറഞ്ഞാൽ 8th 9th എന്നൊക്കെ പറഞ്ഞാൽ നമ്മളൊരു കിഡ് ഒരു അഡൽട്ടിലേക്ക് മാറുന്ന ഏജ് ആണ്. അപ്പൊ നോർമലി നമ്മൾ കുറച്ചൊന്ന് നമുക്ക് ഫോക്കസ് കുറച്ച് കുറവായിരിക്കും, നമ്മൾ അത്ര സീരിയസ് ആയിരിക്കില്ല. സോ നമ്മൾ കുറെ കളിച്ച് വന്ന ഏജിൽ നിന്ന് പെട്ടെന്ന് യുവർ വേൾഡ് ഇസ് കംപ്ലീറ്റ്ലി ചേഞ്ചിങ് ടു ഓൾ സ്റ്റഡീസ് ആൻഡ് ഓൾ സീരിയസ് ബിസിനസ്. എവറിബഡി ഈസ് പ്രോബ്ലി കൈൻഡ് ഓഫ് പുട്ടിങ് ലോട്ട് ഓഫ് പ്രഷർ ഓൺ യു. അപ്പം പ്രോബ്ലി ഇപ്പം നമ്മൾ സ്കൂളിൽ പോയാൽ തന്നെ ചില പിള്ളേർ മാത്രമേ അങ്ങനെ ഒരു റേഞ്ചിലേക്ക് മാറുന്നുള്ളൂ. പലരും കളിച്ച് നടക്കുന്നു, അത്ര ഫോക്കസ്ഡ് അല്ല. അപ്പം there are a lot of distractions also, right? ഇപ്പം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ മേ ബി നമ്മളൊന്ന് വിൻഡോ മാറ്റി നമുക്കൊന്ന് പാട്ട് കേൾക്കാം, അല്ലെങ്കിൽ TV കാണാം, സിനിമ കാണാം, അങ്ങനെ പലതും ചെയ്യാം. അപ്പം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു സബ്ജക്ട് ഭയങ്കര ബോറാണ്, എന്നാൽ പിന്നെ ഞാൻ കുറച്ച് തന്നെ സിനിമ കണ്ടേക്കാന്ന് വിചാരിക്കുന്നു. അപ്പം അങ്ങനെ വരുന്ന ഡിസ്ട്രാക്ഷൻ നമ്മൾ സ്റ്റഡി ടൈം കുറയ്ക്കുകയാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ ഈ ഡിസ്ട്രാക്ഷൻസിനെ എങ്ങനെ മാനേജ് ചെയ്തു? ഈ ഏജ് ലൈക്ക് ഞാൻ പറയാം, ഞാൻ ഈ ഏജ് 8th 9th ഏജ് എത്തിയപ്പോൾ എൻ്റെ ചേട്ടൻ 11th 12th സോ ഓൾറെഡി ഞാൻ പറയാം, എൻ്റെ ചേട്ടൻ 11th 12th എത്തിയപ്പോൾ വീട്ടുകാർ നൈസായിട്ട് TV അങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞു. പിന്നെ ആ സമയത്ത് സ്മാർട്ട് ഫോൺസ് ഒന്നും അധികം പോപ്പുലർ ആയിട്ടില്ല എമംഗ് നമ്മുടെ ഇതിലൊക്കെ. സോ സ്മാർട്ട് ഫോൺസും എനിക്കൊന്നും അധികം യൂസേജ് ഉണ്ടായിരുന്നില്ല. സോ എനിക്ക് അറ്റ് ഹോം ഡിസ്ട്രാക്ഷൻസ് കുറവായിരുന്നു. ബട്ട് റൈറ്റ് നൗ ഈ ജനറേഷനിലത്തെ കിഡ്സിന് ഐ നോ ദാറ്റ് ഇസ് നോട്ട് പോസിബിൾ, ബിക്കോസ് ആഫ്റ്റർ കോവിഡ് എന്നൊരു വലിയ സംഭവം കഴിഞ്ഞ ശേഷം എല്ലാവർക്കും ഈവൻ ദ കിഡ്സ് ഹാവ് ഫോൺ, കിഡ്സിന് പിള്ളേർക്ക് വരെ ഫോണിലുണ്ട്, ദേ ഹാവ് എ ലോട്ട് ഓഫ് തിങ്സ് ലൈക്ക് ഇന്റർനെറ്റ് എല്ലാം ഉണ്ട്. സോ റൈറ്റ് നൗ യെസ്, ഡിസ്ട്രാക്ഷൻസ് ആർ എ മേജർ തിങ്. സോ ഫ്രം ദർ ഫസ്റ്റ് മാം പറഞ്ഞ പോലെ ആ ട്രാൻസിഷൻ ഒരിക്കലും അബ്രപ്റ്റ് ആക്കാൻ പാടില്ല. അപ്പൊ ട്രാൻസിഷൻ സ്ലോലി വേണം കൊണ്ടുവരാൻ. നിങ്ങളെ ട്രാൻസിഷൻ ഉടനെ ഒരു ദിവസം കൊണ്ടുവരുന്നതിന് മാതിരി ഒരു 1 or 2 months കൊണ്ട് കൊണ്ടുവന്നാൽ മതി. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ലൈക്ക് നമ്മുടെ കൊച്ച് ഒരു ദിവസം 2 മണിക്കൂറേ പഠിക്കുന്നുള്ളൂ, എല്ലാ ദിവസവും ഒരു 15 മിനിറ്റ് 20 മിനിറ്റ് എന്നൊക്കെ പറഞ്ഞ് പയ്യെ കൂട്ടിക്കൊണ്ടു വന്നാൽ മതി. അപ്പോൾ ഇന്ത്യൻ ഹി വിൽ റീച്ച് ദാറ്റ് പോയിന്റ് വെയർ ഈസ് ഫൈൻ വിത്ത് സ്റ്റഡിങ് ഫോർ 3-4 hours and all per day at least. So that will only happen if you do this transition in slow manner. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഈ ഡിസ്ട്രാക്ഷൻസ് ഒക്കെ കുറയ്ക്കേണ്ട മേജർ എന്ന് വെച്ചാൽ പേരൻസ്, ലൈക്ക് എൻ്റെ പേരൻസ് പറഞ്ഞില്ലേ, എൻ്റെ പേരൻസ് ലൈക്ക് TV കട്ട് ചെയ്തുകൊണ്ട് എനിക്ക് ആ TV എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. അന്നാകെ TV മാത്രമേ കാണാനുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് പയ്യെ കുറയ്ക്കുക. അല്ലാണ്ട് അത് നമ്മുടെ പേരൻസ് കൂടെ ഇത് ചെയ്താൽ നമ്മളും പേരൻസ് കുറച്ച് സാക്രിഫൈസ് ഒക്കെ ചെയ്യേണ്ടി വരും. അതിന് വേറെ ഒന്നും ചെയ്യാനില്ല. നമുക്കൊരു കറക്റ്റായിട്ടൊരു ടൈം ടേബിൾ, ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് പോകാനുള്ള ടൈം ടേബിൾ സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ മോർണിംഗിൽ എണീക്കുമ്പോൾ ഒരു ഇന്ന അവർ വരെ നമുക്ക് ബ്രെയിൻ ഏറ്റവും കൂടുതൽ ആക്റ്റീവ് ആയിരിക്കുന്ന ഒരു സമയം ഉണ്ടാവുക. അതുപോലെ തന്നെ എത്ര ലേറ്റായിട്ട് സ്റ്റേ ചെയ്ത് പഠിക്കണം, എത്ര മണിക്കൂർ ഒരു ദിവസം പഠിക്കണം, അങ്ങനെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് പോകേണ്ട ഒരു രീതി. അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ട എവറി ഇൻഡിവിജ്വൽ ഇസ് ഡിഫറെൻറ്റ്. ഞാനല്ല നിങ്ങളല്ല വേറൊരാൾ. എവറി ഇൻഡിവിജ്വൽ ഇസ് ഡിഫറെൻറ്റ്. എവറി ഇൻഡിവിജ്വൽ ഹാസ് ദെയർ ഓൺ സ്ട്രെങ്സ് ആൻഡ് വീക്ക്നെസ്സസ്. എൻ്റെ ചേട്ടൻ, മൈ ബ്രദർ, ഹീസ് എ പേഴ്സൺ ഹൂ ഓൺലി സ്റ്റഡീസ് അറ്റ് നൈറ്റ്. ചേട്ടന് രാവിലെ എണീക്കാൻ പറ്റില്ല. അപ്പോൾ ചേട്ടൻ എണീക്കുന്നത് രാവിലെ ഫോർ എക്സാമ്പിൾ സ്കൂൾ 8-8:30 ചേട്ടൻ 7:45 എണീക്കത്തുള്ളൂ. ബട്ട് എനിക്ക് രാത്രി ഒരു പോയിന്റ് കഴിഞ്ഞ് എനിക്കിരിക്കാൻ പറ്റത്തില്ല. അത് ഇപ്പോൾ കോളേജിൽ പഠിക്കുമ്പോൾ ഞാൻ അങ്ങനെ എനിക്കൊരു 12 മണി കഴിഞ്ഞ് എനിക്കിരിക്കാൻ പറ്റില്ല. ഞാൻ ആ സമയം വരെ എൻ്റെ തല ആക്റ്റീവ് ആകത്തുള്ളൂ. അപ്പോൾ എക്സാമിൻ്റെ സമയത്തൊക്കെ ഞാൻ രാവിലെ എണീറ്റൊക്കെയാണ് ഞാൻ കൂടുതലിരുന്ന് പഠിക്കാം. സോ ഫസ്റ്റ് ഫൈൻഡ് ഔട്ട് ദർ ഇസ് നത്തിങ് ലൈക്ക് മോർണിംഗിൽ ഒരു സമയമുണ്ട് അപ്പോഴേ ഇരുന്ന് പഠിക്കാൻ പാടുള്ളൂ, രാത്രി അങ്ങനെ ഒന്നുമില്ല. ഫസ്റ്റ് ഫൈൻഡ് ഔട്ട് വിച്ച് ഇസ് മോർ കംഫർട്ടബിൾ ഫോർ യു. എവ്രി വൺ ഹാസ് ദെയർ ഓൺ സ്ട്രെങ്സ് ആൻഡ് വീക്ക്നെസ്. നിങ്ങൾക്ക് രാവിലെയാണോ പഠിക്കാൻ സുഖം, രാത്രിയാണോ പഠിക്കാൻ സുഖം എന്ന് ആദ്യം നിങ്ങൾ തന്നെ കണ്ടുപിടിക്കണം. ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺ എവ്രി വൺ. ലൈക്ക് ഇവിടെ ഇരിക്കുന്ന എല്ലാവരോടും എനിക്ക് അത്ര ഏറ്റവും നിങ്ങളുടെ ലൈക്ക് അനലൈസ് യുവർ സെൽഫ് വിച്ച് ഇസ് മോർ കംഫർട്ടബിൾ. കാരണം നമ്മുടെ കംഫർട്ടാണ് മാറ്റർ ചെയ്യുന്നത്.
കംഫർട്ടബിൾ അല്ലാത്തൊരു സമയത്തിൽ ഫോർ എക്സാമ്പിൾ വേറൊരാൾ പറഞ്ഞു രാവിലെ പഠിക്കാൻ പാടുള്ളൂ, ബട്ട് രാവിലെ നിങ്ങൾക്ക് എണീക്കാൻ പോലും പറ്റുന്നില്ല. അപ്പം അതിൽ കാര്യമില്ല അങ്ങനെ രാവിലെ പഠിക്കുന്നതെന്ന് ആലോചിച്ചിട്ട്. അപ്പം ഏറ്റവും ആദ്യം അത് മനസ്സിലാക്കുക, ഏതാണ് മോർ കംഫർട്ടബിൾ. ദെൻ ദർ ഇസ് നത്തിങ് ലൈക്ക് ഒരു ദിവസം ഇത്രയും മണിക്കൂർ പഠിക്കണമെന്ന്. കാരണം ദാറ്റ് ഡസൻറ്റ് മാറ്റർ. വാട്ട് യു ഷുഡ് ടാർഗറ്റ് ഇസ് how much topics you will cover. That is more important than how much time you study. Because 10 മണിക്കൂർ ഇരുന്ന് പഠിച്ചിട്ട് ഒരു 3 ചാപ്റ്റർ കവർ ചെയ്യുന്നതിനെക്കാട്ടിലും നമ്മൾ ഇത്ര മണി ലൈക്ക് നമ്മൾ ഇന്ന് ഫോർ എക്സാമ്പിൾ 2 ഡേയ്സിനോണ്ട് 5 ചാപ്റ്റേഴ്സ് തീർക്കും. അങ്ങനെയാണ് നമ്മൾ ഇന്ന് പഠിക്കുക. നമ്മൾ ടാർഗറ്റ് ഓറിയന്റഡ് ആയിരിക്കണം, അല്ലെങ്കിൽ ടൈം ഓറിയന്റഡ് അല്ല. നിങ്ങൾ കോളേജ് എത്തുമ്പോൾ എന്തായാലും ഉണ്ടാവും. കാരണം കോളേജ് എത്തുമ്പോൾ ലൈക്ക് സമയം വെച്ചുള്ള പഠിത്തം നടക്കത്തില്ല. അപ്പൊ ഞാനൊക്കെ കൂടുതൽ പഠിച്ചുകൊണ്ടിരുന്ന ഫോർ എക്സാമ്പിൾ ഇന്ന സമയം കൊണ്ട് എനിക്ക് ഇത്ര ടോപ്പിക്സ് തീർക്കണം. സമയം എന്ന് വെച്ചാൽ ഫോർ എക്സാമ്പിൾ ഇൻ ദിസ് ഡേ ഐ വോണ്ട് ടു ഫിനിഷ് ദിസ് മച്ച് ടോപ്പിക്സ്. ആൻഡ് ഇൻ ദാറ്റ് ഫോർ എക്സാമ്പിൾ സംടൈംസ് ഇഫ് ഐ ഫിനിഷ് ഫാസ്റ്റ് ഐ സ്റ്റോപ്പ്, ഞാൻ നിർത്തും. പിന്നെ ഞാൻ എക്സ്ട്രാ പഠിച്ച് കുറച്ചുകൂടി ഇതാക്കാനൊന്നും ഞാൻ നോക്കത്തില്ല. ഞാൻ അതും ആ ഗോൾ സെറ്റ് ചെയ്യേണ്ടത് നമ്മുടെ കപ്പാസിറ്റി നമ്മൾ തന്നെ മനസ്സിലാക്കിയിട്ടാണ്. അല്ലാണ്ട് ഇഫ് യു ക്യാൻ സ്റ്റഡി ഫോർ എക്സാമ്പിൾ ഇഫ് യു ക്യാൻ ഡു 100 പ്രോബ്ലംസ് ഇൻ സേ 5 hours, you know that's your capacity. But then you are saying I'll put 10 hours and I'll only do 100 problems. That does not work. നിങ്ങളുടെ കപ്പാസിറ്റി ആദ്യം മനസ്സിലാക്കിയിട്ട് അതിന് നിങ്ങൾക്ക് എത്ര പറ്റും നിങ്ങളൊരു ഗോൾ സെറ്റ് ചെയ്യുക. ആ ഗോൾ വെച്ച് വേണം മുന്നോട്ട് പോകാൻ. എനിക്കറിയാം എന്നെ കൊണ്ട് ഇത്ര ചാപ്റ്റർ ഇന്ന് തീർക്കാൻ പറ്റും, അപ്പൊ ഞാൻ അത് അത്രയും സെറ്റ് ചെയ്യും. ചിലപ്പോൾ ഞാൻ അത് നേരത്തെ തീർത്താൽ ഞാൻ പിന്നെ ബാക്കിയുള്ള സമയം ഞാൻ ചുമ്മാ ഇരിക്കുക, അല്ലെങ്കിൽ ഞാൻ വേറെ ചുമ്മാ അങ്ങോട്ടും തേരാപ്പര നടക്കും. ബട്ട് എനിക്ക് തീർക്കാൻ പറ്റിയില്ലെങ്കിൽ then the next day I take extra effort to finish that. അതിലാണ് കാര്യം. ദർ ഇസ് നത്തിങ് ലൈക്ക് ടൈം വെച്ചിട്ടല്ല, ഇറ്റ്സ് മോർ ഗോൾ ഓറിയന്റഡ്. ഓക്കെ ഹരി, ഫൈനലായിട്ട് ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. വാട്ട് ആർ ദ 3 important ടിപ്സ് ടു കൺസിഡർ വൈ പ്രിപ്പയറിംഗ് ഫോർ എൻട്രൻസ് എക്സാം, ഐദർ നീറ്റ്, JEE or any such competitive exam? ജസ്റ്റ് ഒരു 3 ടിപ്സ്, ഒരു മെയിൻ ആയിട്ടുള്ള ഒരു 3 ടിപ്സ് ചോദിച്ചാൽ എന്തായിരിക്കും ഹരി ഗണേഷിന് പറയാനുള്ളത്? 3 ടിപ്സ് എന്ന് പറഞ്ഞാൽ ടിപ്സ് ആയിട്ട് എനിക്ക് മെയിനായിട്ട് പറയാൻ ഫസ്റ്റ് you guys should be passionate for that. Like you guys should be genuinely interested for that. അല്ലാണ്ട് അവർ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് എടുക്കുന്നതിലല്ല കാര്യം. ആ ഇൻട്രസ്റ്റ്, ആ ഒരു ഫീലിംഗ് ഓഫ് ഇൻട്രസ്റ്റ് ഓർ ലൈക്ക് എൻ്റെ അച്ഛൻ പറഞ്ഞ ആ ഫീലിംഗ് ഓഫ് ലവ് ടുവേർഡ്സ് എ സബ്ജക്റ്റ് ഉണ്ടാവണം. ദാറ്റ്സ് ദ ഫസ്റ്റ് തിങ്. അതർവൈസ് ലൈക്ക് വി ആർ നോട്ട് സ്യൂട്ടബിൾ ഫോർ ദാറ്റ്. എനിക്കും എൻ്റെ ചേട്ടൻ ആ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. സോ മൈ ഫാദർ ലൈക്ക് എൻ്റെ പേരൻസ് പുഷ്ഡ് us towards they encouraged us towards that. അപ്പോൾ ഫസ്റ്റ് ആയിട്ട് അതല്ല. സെക്കൻഡ്, യു ഷുഡ് ബി വില്ലിംഗ് ടു വർക്ക് ഹാർഡ്. ആ willingness to work hard is very 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 important. And not only work hard, work smart. ഫുൾ ഇങ്ങനെ ബുക്കിൽ ഇങ്ങനെ കുത്തിയിരുന്ന് പഠിക്കില്ല മാത്രമല്ല കാര്യം, അത് എത്ര എഫക്റ്റീവായിട്ട് നമ്മുടെ തലയിൽ റീറ്റെയിൻ ചെയ്യുന്നതിലാണ് കാര്യം. സോ ദാറ്റ് ഫോർ ദാറ്റ് യു ഹാവ് ടു വർക്ക് മോർ സ്മാർട്ടർ. നിങ്ങൾ ഈ ടോപ്പിക്സ് ഒക്കെ കോൺസെപ്റ്റ് മനസ്സിലാക്കിയ ഫോർമുലയുടെ ഇൻസ്റ്റെഡ് ഓഫ് ബൈ ഹാർട്ടിങ് ഫോർമുലാസ് യു ക്യാൻ ജസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ദ കോൺസെപ്റ്റ്. ഇഫ് യു അണ്ടർസ്റ്റാൻഡ് ദ കോൺസെപ്റ്റ്, ഫോർമുലാസ് തന്നെ നമുക്ക് ഓൺ ദ സ്പോട്ട് നമുക്ക് എക്സാമിൻ ചെയ്യാം. അപ്പോൾ ആ വർക്കിംഗ് സ്മാർട്ട് വേണം. സോ യു ക്യാൻ ലീവ് യുവർ റൂം, ലൈക്ക് യു ക്യാൻ ലീവ് സ്പേസ് ഇൻ യുവർ ബ്രെയിൻ ഫോർ അതർ തിങ്സ്. അപ്പോൾ ഫസ്റ്റ് ഞാൻ പറഞ്ഞില്ലേ പാഷൻ ഉണ്ടാവണം. സെക്കൻഡ്, വർക്ക് ഹാർഡ്, വർക്ക് സ്മാർട്ട്. ദെൻ എൻ്റെ പേഴ്സണൽ ഐ ഹാഡ് ബിലീഫ് ഇൻ ഗോഡ് ആൻഡ് ഐ ലൈക്ക് ഇഫ് പീപ്പിൾ ആർ ദിസ് ദാറ്റ് ഇസ് യുവർ തിങ്, ബട്ട് ഹാവ് ബിലീഫ് ഇൻ സംതിങ്. ഐ ബിലീവ്ഡ് ഇൻ ഗോഡ്. എനിക്ക് ദൈവത്തിൽ വിശ്വാസം ഉണ്ടായിരുന്നു, അത് കാരണം വർക്ക്. ആൻഡ് ഹാവ് ബിലീഫ് ഇൻ ലക്ക്. എ ലോട്ട് ഡിപ്പെൻഡ്സ് ഓൺ യുവർ ലക്ക്. ഇപ്പോൾ ആ എൻട്രൻസിൻ്റെ ദിവസം എനിക്കൊരു കോൾഡ് വന്നിരുന്നെങ്കിൽ, ആ ഇത്രയും എൻ്റെ 3-4 വർഷത്തിൻ്റെ കഷ്ടപ്പാട് ആ ഒരു 3 മണിക്കൂറിൽ ഒരു കോൾഡ് വന്നാൽ തീരാവുന്നുള്ളൂ. ബട്ട് ഭാഗ്യവശാൽ വന്നില്ല. അപ്പം അത് എല്ലാം ഒരു ഭാഗ്യത്തിൻ്റെ കളിയാണ്. ഇൻ ദി എൻഡ് your entire, if you are going to go for medical or if you are going to go for JEE, that your entire fate hangs on that 3 hours of exam of how whether it's going to be good or bad. So for that I believed in luck and I believed in God. അതാണ് എനിക്ക് മെയിനായിട്ട് തോന്നിയത്. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.